കമ്മീഷൻ നേർരേഖയിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് ഹൃദ്യമായ സ്വാഗതം. നേർരേഖ ഈ എപ്പിസോഡിൽ ചർച്ച ചെയ്യുന്നത് തൊഴിലിടങ്ങളിലെ സ്ത്രീ സുരക്ഷയാണ്. ഇപ്പൊ കേരളം മുഴുവൻ ചർച്ച ചെയ്യുന്ന വിഷയവും അതാണ്. പക്ഷെ അത് സിനിമ ലോകവുമായി ബന്ധപ്പെട്ടിട്ടാണ്. അത് കാൽനൂറ്റാണ്ട് മുമ്പ് വരെ നടന്ന തൊഴിലിടങ്ങളിലെ സുരക്ഷ സംബന്ധിച്ച പ്രശ്നങ്ങൾ ഇപ്പോൾ ചർച്ച ചെയ്യുന്നു. പക്ഷേ അതെല്ലാം സെക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകളാണ് നടക്കുന്നത്. ലൈംഗികത ടച്ച് ചെയ്തിട്ടുള്ള സുരക്ഷാ പ്രശ്നങ്ങളാണ് സിനിമാ ലോകത്ത് നിന്നും ഇന്ന് സജീവമാകുന്നത്. കേട്ട കഥകളെല്ലാം നമ്മളെ അമ്പരപ്പിക്കുന്നതാണ്. പക്ഷെ ഒരുപക്ഷെ സമൂഹത്തിന്റെ വ്യത്യസ്ത മേഖലകളിൽ ഇതിനേക്കാൾ ഭീകരമായ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടാകാം. പക്ഷെ സിനിമാ ലോകം വേറൊരു മായ ലോകമാണ്. അവിടെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പണ്ടും നമുക്കൊരു ചെറിയ ധാരണകളുണ്ട്. അത് ഇത്ര ഭീകരമാണെന്ന് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നപ്പോഴാണ് നാം അറിയുന്നത്. ഈ സിനിമാ ലോകത്ത് മാത്രമാണോ ഇതുള്ളത്? സത്യത്തിൽ ഈ സ്ത്രീ സുരക്ഷ സംബന്ധിച്ച വിഷയങ്ങളിൽ സ്ത്രീകളുടെ റോൾ എന്താണ്? പുരുഷന്മാർ മാത്രമാണോ ഇതിനകത്ത് വില്ലന്മാർ? വ്യത്യസ്ത മേഖലകളിൽ നിന്ന് പണ്ടത്തെ പോലെയല്ല, എല്ലാ മേഖലകളിലും സ്ത്രീ സാന്നിധ്യമുണ്ട്. തൊഴിലിടങ്ങളിൽ സ്ത്രീകളുടെ സജീവ സാന്നിധ്യം നമുക്ക് എല്ലാ മേഖലകളിലും കാണാം. അതുകൊണ്ട് തന്നെ സിനിമാ ലോകം വിട്ടും മറ്റ് പ്രൊഫഷണലിൽ ഇതിൻ്റെ അവസ്ഥ എന്താണ്? വ്യത്യസ്ത മേഖലകളിലുള്ള 3 പേർ ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ എത്തിയാണ്. ഒന്ന് ബിസിനസ് രംഗത്തുനിന്ന് ഒരാൾ അഭിഭാഷക രംഗത്ത് നിന്ന്, ഒരാൾ IT രംഗത്ത്. IT രംഗത്ത് നിന്ന് 100 കണക്കിന് ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരാണ് ആ മേഖലയിൽ വർക്ക് ചെയ്യുന്നത്. അഭിഭാഷകരായി എൻറോൾ ചെയ്യുന്ന സ്ത്രീകളുടെ എണ്ണം കൂടിക്കഴിഞ്ഞു. ബിസിനസ് ലോകത്തും ആ നിലക്ക് വർദ്ധിക്കുകയാണ്. പ്രശസ്തിയായ ബിസിനസ് കൺസൾട്ടന്റ് ദേവകി R മേനോൻ നമ്മോടൊപ്പം ചേരുന്നു. കണ്ണൂരിൽ നിന്ന് അഡ്വക്കേറ്റ് പത്മപ്രിയ, അതോടൊപ്പം തന്നെ IT രംഗത്തു നിന്നും HR ആണ്, ഒരു കമ്പനിയുടെ മാനേജറാണ് നിതു ശിവാനന്ദൻ. 3 പേർക്കും നേർരേഖയിലേക്ക് സ്വാഗതം. നമുക്ക് ആദ്യം ഇപ്പൊ എന്ത് പറഞ്ഞാൽ ആദ്യ ആൾ ചോദിക്കുക, നിങ്ങളുടെ 3 പേരുടെയും ഹേമ കമ്മീഷൻ റിപ്പോർട്ടിനെ കുറിച്ചുള്ള അഭിപ്രായം. കാരണം വ്യത്യസ്തം. ഇപ്പൊ നമ്മൾ കാണുന്നത് രാഷ്ട്രീയ നേതാക്കളുടെ അല്ലെങ്കിൽ സിനിമാ താരങ്ങളുടെ അഭിപ്രായം മാത്രമേ നമ്മൾ കേൾക്കുന്നുള്ളൂ. സാധാരണക്കാരായ സ്ത്രീകൾക്ക് എന്ന് പറഞ്ഞാൽ മറ്റ് മേഖലകൾ, അവർ അസാധാരണക്കാരും നിങ്ങൾ സാധാരണക്കാരും അർത്ഥത്തിലല്ല, മറ്റ് മേഖലകളുടെ ഒരു അഭിപ്രായം ഒന്ന് അറിയുക എന്നുള്ളത്. നമുക്ക് ദേവകിയോട് തന്നെ ചോദിക്കാം. ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിനെ ഒരു ബിസിനസ് രംഗത്തുള്ള ബിസിനസ് കൺസൾട്ടന്റ് എന്ന നിലക്ക് താങ്കൾ ആ കമ്മീഷന്റെ റിപ്പോർട്ടുകളും അതേ തുടർന്ന് നടക്കുന്ന ഇന്നത്തെ ഈ കോലാഹലങ്ങളെ എങ്ങനെ വിലയിരുത്തും? ഹേമ കമ്മീഷൻ റിപ്പോർട്ട് സിനിമാ രംഗത്തുള്ള സ്ത്രീകളുടെ സുരക്ഷ അതേക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടാണല്ലോ അവരത് ചെയ്തത്. അപ്പോൾ സിനിമ എന്ന് പറയുന്നതും ഒരു പ്രൊഫഷണൽ ഫീൽഡാണ്. അവിടെയും ഒരുപാട് സ്ത്രീകൾ സിനിമ അല്ലെങ്കിൽ ആർട്ടിസ്റ്റ് ആണ്, സ്ത്രീകളായ ആർട്ടിസ്റ്റ്. അവരൊരു പക്ഷേ അവരുടെ സ്കില്ലുള്ളത് ആ ഒരു രംഗത്തായിരിക്കും. തീർച്ചയായും അവർ ആ ഒരു ഇൻഡസ്ട്രിയിൽ നിലനിൽക്കണം, അല്ലെങ്കിൽ സ്വാഭാവികമായും അവരതിലേക്ക് വരണം. അപ്പോൾ അവരതിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ അവർക്ക് സുരക്ഷിതമായ ഒരു സ്ഥലമുണ്ടെങ്കിൽ മാത്രമാണ് അവർക്ക് അവിടെ നിൽക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഒരുപാട് പേർക്ക് പല മോശമായ അനുഭവങ്ങൾ അവിടെ ഉണ്ടായപ്പോൾ ഇത് കുറേ വർഷങ്ങളോളം ഇത് ചർച്ച ചെയ്യപ്പെടാതിരുന്നു, അല്ലെങ്കിൽ അതിനൊരു പരിഹാരങ്ങളൊന്നും കാണാതിരുന്നപ്പോൾ പിന്നെ ഒരുപാട് നമ്മൾ ഇതുവരെ സാധാരണഗതിയിലല്ലാത്ത രീതിയിൽ പല സംഭവങ്ങളും നടക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇങ്ങനെ ഒരു കമ്മിറ്റി രൂപീകരിച്ചതും ആ കമ്മിറ്റി അതേപ്പറ്റി വിശദമായി സ്റ്റഡി ചെയ്യുകയും ചെയ്തത്. വിശദമായി സ്റ്റഡി ചെയ്തപ്പോഴാണ് ഇതുവരെ പുറത്തു വരാത്ത ഒരുപാട് കാര്യങ്ങൾ പുറത്തേക്ക് വന്നത്. ഇതിനെ ഞാൻ കാണുന്നത് എന്തായിട്ടാന്ന് വെച്ചാൽ, ഇത്തരം സംഭവങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു അവയർനെസ് എന്നതിലുപരി എന്തുകൊണ്ട് ഇത് കണ്ടിന്യൂ ചെയ്യുന്നു, എന്തുകൊണ്ട് ഇതിനൊരു പരിഹാരം കാണുന്നില്ല, അല്ലെങ്കിൽ എവിടെയാണ് ഇതിന് മാറ്റം കൊണ്ടുവരേണ്ടത്, എന്തുകൊണ്ട് ഇതെല്ലാം മൂടപ്പെടുന്നു അല്ലെങ്കിൽ ഹൈഡ് ചെയ്യപ്പെടുന്നു എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ശരിക്കും സമൂഹം ഇതിലേക്ക് ചിന്തിക്കേണ്ടത്. ഇതിനകത്ത് പുരുഷ കേന്ദ്രീകൃതമായിട്ട് മാത്രമാണ് ഇത് വരുന്നത്. പുരുഷന്മാരാണ് വില്ലന്മാർ, അവരാണ് ഈ കുഴപ്പം മുഴുവൻ കാട്ടുന്നത് എന്ന നിലക്കാണ് ഇപ്പോൾ വരുന്ന ചർച്ചകൾ മുഴുവൻ. അതേക്കുറിച്ച് നിങ്ങളുടെ ഒരു അഭിപ്രായം എന്താണ്? പുരുഷന്മാര് മാത്രമാണ് എന്ന് നമുക്ക് തീർത്തും പറയാൻ കഴിയില്ല. കാരണം പലപ്പോഴും സ്ത്രീകളുടെ ഭാഗത്തുനിന്നും പുരുഷന്മാരെ പ്രലോഭിപ്പിക്കുന്ന വിധത്തിലുള്ള പല കാര്യങ്ങൾ നടക്കുന്നത് കൊണ്ടാവാം ഇതെല്ലാം സംഭവിക്കുന്നത്. സാധ്യതകളുണ്ട്, പൂർണ്ണമായിട്ടും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവാം. പക്ഷെ എല്ലാവരുടെയും അനുഭവങ്ങൾ അങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം അങ്ങനെ അല്ലാത്ത അനുഭവങ്ങളെയാണ് ആളുകൾ ഹൈലൈറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവിടെ നടക്കാൻ പാടില്ലാത്തത് അതാണ്. ഈ പ്രലോഭനങ്ങളൊന്നും ഇല്ലാഞ്ഞിട്ട് പോലും അവർക്ക് ഇത് നേരിടേണ്ടി വരുമ്പോഴാണ് അതൊരു പ്രശ്നമായി മാറുന്നത്. പത്മപ്രിയ ഒരു അഭിഭാഷകയാണ്. ഇപ്പൊ ഒത്തിരി കുട്ടികൾ ഈ രംഗത്തേക്ക് വരുന്നുണ്ട്. സിനിമാ ലോകത്ത് ഇപ്പോൾ ഈ നടക്കുന്ന ഈ സംഭവങ്ങൾ നിങ്ങൾ എങ്ങനെ നിരീക്ഷിക്കുന്നു? ഈ കമ്മീഷൻ റിപ്പോർട്ടും
അതിനെക്കുറിച്ചുള്ള ഈ കോലാഹലങ്ങളും തുറന്ന പറച്ചിലുകളും? ഈ സിനിമ ഒരു ജോലി അല്ലെങ്കിൽ ഒരു പ്രൊഫഷൻ എന്നതിനേക്ക് അപ്പുറത്ത് മറ്റ് പലതുമാണ് എന്ന് ചിന്തിച്ചു പോകുന്നതാണ് അതിന്റെ ഒന്നാമത്തെ കാര്യമായി എനിക്ക് തോന്നുന്നത്. അതായത് വലിയ ആളാവുക, സമൂഹത്തിൽ പേരുണ്ടാവുക, പ്രശസ്തി ഉണ്ടാവുക, പണമുണ്ടാക്കുക എന്നുള്ള രീതിയിലേക്ക് മാറുകയും അതിലൊരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഇതൊക്കെ ഉണ്ടാവും എന്നുള്ള തോന്നൽ വരികയും, തോന്നലല്ല അതൊരു യാഥാർത്ഥ്യം കൂടിയാണ്. ഒരു സിനിമാ നടി അല്ലെങ്കിൽ ഒരു സിനിമാ നടൻ ഒരു പൊതുസമൂഹത്തിൽ ഇറങ്ങുമ്പോൾ അവരെ കാണാനും സംസാരിക്കാനും കൂടെ നിന്ന് ഫോട്ടോ എടുക്കാനും ആൾക്കാർ തിക്കിത്തിരക്കുന്ന ആ ഒരു മായിക ലോകത്തിലേക്ക് എത്തപ്പെടാനുള്ള എളുപ്പ വഴിയായി പെൺകുട്ടികൾ ചിലപ്പോൾ മറ്റ് മാർഗങ്ങൾ സ്വീകരിക്കുന്നത് കൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ വരുന്നത്. രണ്ടാമത്, അതിലേക്ക് പെൺകുട്ടികൾ വരുമ്പോൾ കഴിവിനപ്പുറത്തേക്ക് മറ്റ് ഇതുപോലുള്ള ശാരീരികമായ സൗന്ദര്യവും മറ്റു പല കാര്യങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുന്ന ഒരു പുരുഷ സമൂഹം അതിനുള്ളിലുണ്ട്. നേരത്തെ പറഞ്ഞപ്പോൾ സ്ത്രീകൾ അതിന് സപ്പോർട്ട് ചെയ്യുന്ന കുറേ സ്ത്രീകളുണ്ട്, ഇല്ല എന്നൊന്നും നമ്മൾ പറഞ്ഞാൽ അത് സത്യമല്ല. അങ്ങനെ വരുമ്പോൾ ഈ പണം, പ്രശസ്തി അതിനെ ബേസ് ചെയ്ത് മറ്റു കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നതാണ് ഇതിൻ്റെ പ്രധാന പ്രശ്നം ഇരിക്കുന്നത്. ഇതിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ എനിക്ക് ഇതൊക്കെ നഷ്ടപ്പെട്ടു എന്നുള്ള തോന്നൽ ചില സിനിമാ നടികൾ ഈ സിനിമ ഇല്ലാതപ്പോൾ ഭ്രാന്തമായ ഒരു അവസ്ഥയിലേക്ക് പോയിട്ടുണ്ടെന്നൊക്കെ വായിച്ചു കേട്ടിട്ടുണ്ട്. എനിക്ക് നേരിട്ട് അറിവില്ലെങ്കിൽ വായിച്ചു കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് വിട്ടു പോവാതിരിക്കാൻ വേണ്ടി എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകുന്ന സ്ത്രീ സമൂഹമുണ്ട്, അവരെ അതിലേക്ക് നയിക്കുന്ന പുരുഷ സമൂഹമുണ്ട്. ഇത് രണ്ടുപേരും ഒരുപോലെ ഉത്തരവാദികളാണ് ഈ രംഗത്ത് ഇത്രയും മൂല്യച്യുതി ഉണ്ടാവാൻ വേണ്ടി സംഭവിച്ചിരിക്കുന്നത്. രണ്ടുപേർക്കും തുല്യ ഉത്തരവാദിത്തമാണ്. എൻ്റെ മുമ്പിൽ വരുന്ന പെൺകുട്ടിയെ എന്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു കൂടപ്പിറപ്പായോ അല്ലെങ്കിൽ സഹപ്രവർത്തകയായോ കണ്ടുകൂടാ? മറ്റ് ഓഫീസുകളിൽ ഇപ്പോൾ ഞങ്ങളുടെ അഭിഭാഷകരുടെ ഇടയിലായാലും അല്ലെങ്കിൽ മറ്റ് സർക്കാർ തൊഴിൽ സംവിധാനങ്ങളുടെ ഇടയിലായാലും കൂടെ ജോലി ചെയ്യുന്ന ഒരു സഹപ്രവർത്തകയെ കാണുന്നത് പോലെ എന്തുകൊണ്ട് സിനിമാ മേഖലയിലെ പെൺകുട്ടികളെ, സ്ത്രീകളെ സഹപ്രവർത്തകയായി കാണാൻ കഴിയുന്നില്ല? അതാണ് അവിടുത്തെ ഒരു പ്രധാന പ്രശ്നം. തിരിച്ചു വരാം. നിധു, എന്താണ് നിധു IT രംഗത്തുള്ള ഒരാളാണല്ലോ, ഇതെല്ലാം വായിക്കുമ്പോൾ മനസ്സിൽ തോന്നുന്ന, നവമാധ്യമങ്ങളൊക്കെ തുറന്ന ഇത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ഇപ്പൊ ഇല്ല അല്ലേ? എങ്ങനെയാണത് ഫീൽ ചെയ്യുന്നത്? എനിക്ക് ദേവിക പറഞ്ഞതോടും അഡ്വക്കേറ്റ് പറഞ്ഞതോടും പൂർണ്ണമായി യോജിച്ചിട്ട് തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. ബിക്കോസ് നമ്മൾ ഒരു പ്രൊഫഷനിലേക്ക് എൻ്റർ ചെയ്യേണ്ടി, അവർ ലൈം ലൈറ്റിൽ വരേണ്ടിയിട്ടാണ് ഫിലിം ഫീൽഡിലേക്ക് വരുന്നതും. ആ ഒരു അതൊക്കെ എന്താ അതിൻ്റെ സ്റ്റാൻഡ് ബൈ ആയിട്ട് വരുന്ന കാര്യങ്ങളാണ് എന്നുള്ളൊരു കോൺസെപ്റ്റ് എവിടെയൊക്കെയോ ആരൊക്കെയോ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവണം. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാവാം കുറച്ച് അവർ തുടക്കത്തിൽ വിചാരിച്ചിട്ടുണ്ടാവും ഞാൻ ലൈം ലൈറ്റിൽ വന്നു കഴിഞ്ഞാൽ അത് പ്രശ്നമുണ്ടാവില്ല, അത് പോയി കഴിഞ്ഞാൽ അത് ഇഷ്യൂ ആവുമോ എന്നുള്ളൊരു പേടി അവർക്ക് കാണണം. ചിലപ്പോൾ ആകാം, ആകാതിരിക്കാം. അഡ്വക്കേറ്റ് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാൾ എന്നൊരു കോൺസെപ്റ്റിൽ ഫ്രണ്ടിൽ വരുന്നൊരു സ്ത്രീയെ അല്ലെങ്കിൽ നമ്മളെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളെ നോക്കുകയാണെങ്കിൽ ഐ ഡോണ്ട് തിങ്ക് ഇങ്ങനൊരു ഇഷ്യൂ ആയിട്ട് അത് പുറത്തു വരേണ്ട കാര്യമില്ല. അവിടെ നമുക്ക് എപ്പോഴും ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റണം. ഈ സിനിമയിൽ ഒരു പുരുഷ മേധാവിത്വം ഉള്ളതായിട്ട് എപ്പോഴും തോന്നിയിട്ടുണ്ടോ? നമ്മൾ സിനിമ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്, നടന്മാരെ നമുക്ക് ഇഷ്ടമാണ്. അപ്പോൾ ഈ പുതിയ വിവാദങ്ങൾ വരുമ്പോൾ അതൊരു പുരുഷ മേധാവിത്വമുള്ള ഒരു മേഖലയാണെന്ന് തോന്നിയിട്ടുണ്ടോ? അതിനെപ്പറ്റി കമൻറ്റ് ചെയ്യാൻ ഞാൻ ആളല്ല. പക്ഷേങ്കിൽ നമ്മളിപ്പോൾ പൊതുവെ കാണുന്ന ഒരു ഇൻഡസ്ട്രിയിൽ അങ്ങനെയാണ് ഇപ്പം കാണുന്നത്, ഫിലിം ഇൻഡസ്ട്രിയിൽ. പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ ജനറേഷനിലെ കുട്ടികളാണെന്ന് നോക്കുമ്പോൾ നമുക്ക് അവരുടേതായ സ്റ്റാൻഡ് എടുത്തിട്ട് ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വരാനുള്ള ഒരു മെയിൻ റീസൺ അത് തന്നെയാണ്. പുതിയ പെൺകുട്ടികൾ അവരുടേതായ ഒരു സ്റ്റാൻഡും സെൽഫ് എസ്റ്റീമും പിടിച്ചു നിൽക്കുന്നത് കൊണ്ടാണ് അതൊരു ഇഷ്യൂ ആയിട്ട് പുറത്തു വന്നതും ഒരു കമ്മീഷൻ റിപ്പോർട്ടിൽ അല്ലെങ്കിൽ ഒരു എൻക്വയറിയൊക്കെ വരാൻ കാരണം. അപ്പം ആ ഒരു സിസ്റ്റം തുല്യതയിലേക്ക് വരികയാണ്. സിനിമാ താരങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് വലിയൊരു കാഴ്ചപ്പാടാണ്. അവരെ ഭയങ്കര രസമായിട്ട് നമ്മൾ കൊണ്ടുനടന്നു, ആരാധനയൊക്കെ തോന്നിയിരുന്നു സിനിമാ താരങ്ങളോട്. അങ്ങനെ ഭയങ്കര ഇഷ്ടമായി. ഇപ്പം സിനിമാ താരം വരുന്ന ആയിരക്കണക്കിന് ജനങ്ങൾ അവിടെ കൂടുന്നു. സത്യത്തിൽ ഈ വിവാദങ്ങൾ വന്നപ്പോൾ അവരോടുള്ളൊരു മനോനില ഒരു സമൂഹത്തിൽ എങ്ങനെയായിരിക്കും എന്നാണ് നിങ്ങൾ കാണുന്നത്? സിനിമാ താരങ്ങൾ സെലിബ്രിറ്റീസിനെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടം തന്നെയാണ്. മനോനില എന്ന് പറയുമ്പോൾ ഇപ്പൊ എല്ലാവരോടും നമുക്ക് അങ്ങനെ ഒരേ മനോനിലയല്ല. അതിനകത്ത് ഒരുപാട് നല്ല നല്ല ആർട്ടിസ്റ്റ്, ഇപ്പൊ നേരത്തെ നിധു പറഞ്ഞതുപോലെ തന്നെ അവരുടെ സെൽഫ് എസ്റ്റീം കീപ്പ് ചെയ്ത് ആ പ്രൊഫഷൻ
നമുക്ക് പുതിയ വിവാദം വന്നപ്പോ എണ്ണം കുറവല്ലേ? എണ്ണം കുറവാണ്. കാരണം സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്ന ആള്, നിങ്ങൾ ജോൺ ബ്രിട്ടാസ് ചോദിച്ച ചോദ്യം ഉണ്ട് അദ്ദേഹത്തോട്, നിങ്ങൾ 3000 സ്ത്രീകളായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞു എന്നാണ് കേൾക്കുന്നത്. അപ്പൊ അദ്ദേഹം പറയുന്നത് 3000 അല്ല, അത് 4000 കടന്നു. കേട്ടിട്ടുണ്ടാവുമോ? ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാർ ശ്രീ മോഹൻലാൽ പറഞ്ഞ ഡയലോഗാണ്. അപ്പൊ അതൊരു ക്രെഡിറ്റ് ആയി കാണുന്ന താരങ്ങൾ എങ്ങനെയാണ് അപ്പൊ അവരെയൊക്കെ നമ്മൾ കാണേണ്ടത്? അത് ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ എല്ലാവരോടും നമുക്ക് അങ്ങനെ എന്താ പറയാ എല്ലാവരും ഇങ്ങനെ ആയിരിക്കണം എന്നില്ലല്ലോ. അതിനകത്ത് ഏത് ഇൻഡസ്ട്രിയിലായാലും, അതിപ്പോ സിനിമ ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റേത് ഇൻഡസ്ട്രി എടുത്താലും ഒരു വിഭാഗം ആളുകൾ അങ്ങനെ ആയിരിക്കും. അപ്പോ നമുക്കിപ്പോ ഇതിൽ ആരൊക്കെ എന്നുള്ളത് ആളുകളുടെ മനോഭാവത്തിലുണ്ടായിട്ട് മാറ്റത്തിന് സാധ്യതയില്ല ഈ വെളിപ്പെടുത്തൽ. അതെന്താണെന്ന് വെച്ചാൽ നമ്മളുടെ നാട്ടില് ജനറലി എന്തെങ്കിലും ഇങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടാവുമ്പോൾ ജനറലൈസ് ചെയ്യും ആളുകൾ, അല്ലെ? ഓക്കെ, സിനിമാ നടിയാ, അപ്പൊ എല്ലാ സിനിമാ നടികളും ഇങ്ങനെയാണ്, എല്ലാ നടന്മാരും ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിലുള്ള ആളുകളെല്ലാം ഇങ്ങനെയാണ് എന്ന് നമ്മൾക്ക് സ്വതവേ നമ്മുടെ സമൂഹത്തിൽ അങ്ങനെ ജനറലൈസ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. ഒരിക്കലും നമ്മൾ അങ്ങനെ ജനറലൈസ് ചെയ്യാൻ പാടില്ല. ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ടാവും, പക്ഷെ ആ ഇൻസിഡൻസിന്റെ പുറകിലുണ്ടായ കാര്യങ്ങൾ എന്തെന്ന് പോലും നമുക്കറിയില്ല. ഇപ്പൊ പലരും ചിലപ്പോൾ കംപ്ലൈന്റ് കൊടുക്കുന്നു, അല്ലെങ്കിൽ അവർ പീഡിപ്പിക്കപ്പെട്ടു എന്നൊക്കെ പറയുന്നു. ആ പീഡനത്തിന് പുറകിലുണ്ടായ സംഭവ വികാസങ്ങൾ എന്താണെന്നുള്ളതിനെ പറ്റി നമുക്കറിയില്ല. പക്ഷെ ജെന്യുവിനായിട്ട് പീഡിപ്പിക്കപ്പെട്ടവരും അല്ലെങ്കിൽ ഇതിന് ഇപ്പോൾ സെക്ഷൽ ഹരാസ്മെന്റിന് ഇരയായ ഒരുപാട് ആളുകളുണ്ട്. കോമൺലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ത്രീകൾ എവിടെയും സുരക്ഷിതരല്ല. ജനറലി അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പത്മപ്രിയ, ഇപ്പം ഈ മോഹൻലാലിന്റെ ഒക്കെ കാര്യം പറഞ്ഞല്ലോ, അപ്പൊ ഇത് സെക്സ് സിനിമയുടെ ഒരു ഭാഗമാണെന്നൊരു തോന്നല് സത്യത്തിലുണ്ടോ? അവിടെ ഇതല്ലേ ഒരു അഡ്ജസ്റ്റ്മെന്റിലെ കാര്യങ്ങൾ നടക്കൂ. ഇപ്പം പറഞ്ഞല്ലോ ഓരോരുത്തർക്കും ഓരോ മേഖലയിൽ എത്തണമെങ്കിൽ, അങ്ങനെ എന്താണ് അതിനെക്കുറിച്ചുള്ളൊരു അഭിപ്രായം? പുറം ലോകത്തിന് സിനിമയെക്കുറിച്ചുള്ളൊരു അഭിപ്രായം ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വരുന്നതിന് മുമ്പേ തന്നെ ആ മേഖല അത്ര ശരിയല്ല, മൊറാലിറ്റി കീപ്പ് ചെയ്യുന്നവരല്ല സിനിമാക്കാർ എന്നുള്ളൊരു ടോക്ക് പണ്ട് മുതലേ നമ്മളെ സമൂഹത്തിലുള്ളതാണ്. അതിനൊന്നുകൂടി ബലപ്പെടുത്തുന്ന രീതിയിലാണ് ഈ കമ്മീഷൻ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. പിന്നെ നമ്മളെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് സിനിമ. അതിലൊരു കഥ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു സംഭവമാണ് എടുത്ത് സിനിമയാക്കുന്നത്. അപ്പൊ കൂടുതലും ഈ സ്ത്രീയും പുരുഷനും നമ്മൾ വീട്ടിൽ എങ്ങനെ നിൽക്കുന്നുവോ ആ രീതിയിലാണ് ജനങ്ങൾ സിനിമയെ കാണുന്നത്. അതെ, ഷൂട്ട് ചെയ്യുമ്പോൾ ജനങ്ങളുടെ ഇടയിൽ നിന്നുകൊണ്ടാണ് ഷൂട്ട് ചെയ്യുന്നത് എന്നും ഇതെല്ലാവരും കാണുന്നത് എന്നും ഒന്നും ഈ സിനിമ ആസ്വദിക്കുന്ന ആസ്വാദകന്റെ മനസ്സിലില്ല. ഇതൊരു വീട്ടിന്റെ മുറിയിൽ സംഭവിക്കുന്നത് പോലെയാണ് നമ്മളത് ഉൾക്കൊള്ളുന്നത്. അതെ, അപ്പോൾ ആ രീതിയിൽ തന്നെയാണ് സിനിമാ നടനെയും സിനിമാ നടികളെയും നമ്മൾ പണ്ട് മുതലേ കണ്ടുവരുന്നത്. അവരെ എന്താ നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ അവരാളത്ര ശരിയല്ല എന്നുള്ള തോന്നൽ ജനറലൈസ് ചെയ്തിട്ട് പൊതുവെ സംസാരമുണ്ട്. പക്ഷെ എല്ലാവരും അങ്ങനെ ആവണമെന്നില്ല. ജനറലൈസ് ചെയ്യുന്ന നമ്മൾ എല്ലാം ജനറലൈസ് ചെയ്തിട്ടാണ് ഇപ്പോൾ പറയുന്നത്. അതിലും നല്ലത് എല്ലാ മേഖലയിലും ഇതുപോലെ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാവാം. അപ്പം കേസ് ബൈ കേസ് എടുത്തിട്ട് നമുക്ക് ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് പറയാൻ പറ്റുള്ളൂ. ഇപ്പം ജനറലൈസ് ചെയ്തിട്ടാണ് നമ്മളിപ്പം ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് കാണുന്നത്. ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ ഫിലിം ഇൻഡസ്ട്രിയിൽ ഇങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞിട്ട് പോകുന്നത് പോലെയാണ് കൂടുതൽ നിൽക്കുന്നത്. അപ്പോൾ അതിൽ നല്ല കേസ് ബൈ കേസ് എടുത്തിട്ട് നമുക്ക് എന്താണ് പ്രശ്നം, എവിടെയാണ് പ്രശ്നം എന്ന് പറഞ്ഞിട്ട് അതിന് പറ്റിയൊരു സൊല്യൂഷൻ, അതിന് ഏറ്റവും ഹെൽപ്ഫുൾ ആവുന്നത് എഡ്യൂക്കേറ്റ് ചെയ്യുക, അവയർനെസ് കൊടുക്കുക, എവിടെയാണ് മിസ്റ്റേക്കിന് കണ്ടുപിടിക്കാൻ നമുക്ക് പറ്റണം. നമുക്ക് ദേവകിയിൽ നിന്ന് തന്നെ തുടങ്ങാം. കാരണം ഒരു ബിസിനസ് കൺസൾട്ടന്റ് എന്ന നിലക്ക് കേരളത്തിലുടനീളം സഞ്ചരിക്കുന്ന ഒരു വനിതയാണ് അവർ. 10-20 സ്ഥാപനങ്ങളുടെ കൺസൾട്ടൻ്റാണവർ, വലിയ വലിയ ഫേമുകളുടെ. അവരിൽ നിന്ന് ആദ്യം തുടങ്ങാം. എങ്ങനെയാണ് ദേവകി താങ്കളുടെ ഈ യാത്രയിൽ, ജീവിതയാത്രയിൽ പല തരത്തിലുള്ള ബിസിനസ്സുകാരായിട്ട് ഇടപെടുന്നു? നിങ്ങൾക്ക് കിട്ടിയ ഒരു എക്സ്പീരിയൻസ് ഒരു വനിത എന്ന നിലക്ക് വളരെ സത്യസന്ധമായിട്ട് പറയണം. എങ്ങനെയാണ് നിങ്ങൾ പറഞ്ഞൊരു സുരക്ഷിതത്വ ബോധം ഇല്ല, ഒരു ചെറിയ ബോധക്കുറവുണ്ട്, നമുക്ക് ഒരു ധൈര്യമില്ലായ്മയുണ്ട്, എന്താണ് അത്തരത്തിലുള്ള നിങ്ങളെ അങ്ങനെ പറയാൻ നിങ്ങളെ പ്രേരിപ്പിച്ച ഘടകം എന്താണ്? ഓക്കെ, ഈ സുരക്ഷിതം ഇല്ലായ്മ എന്നത് പറയാനുള്ള റീസൺ, ഇപ്പോൾ ഞാൻ കേരളത്തിലുടനീളം യാത്ര ചെയ്യുന്നു. ഇപ്പോൾ പല സമയങ്ങളിലായി അസമയങ്ങളിൽ ട്രെയിനിലായാലും ബസ്സിലായാലും ഒക്കെ ആയിട്ട് യാത്രകൾ ചെയ്യുന്നുണ്ട്, ഒരുപാട് സ്ഥലങ്ങളിൽ പോകുന്നുണ്ട്. പ്രത്യേകിച്ച് പോകുന്ന സ്ഥാപനങ്ങളിലെല്ലാം ഒരുപാട് പുരുഷന്മാരുമായിട്ടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മളുടെ കോൺവെർസേഷൻ. സ്ത്രീകൾ കുറവായിരിക്കും. കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ കൺസൾട്ടിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥാപനങ്ങളുടെ യൂഷ്വലി ഫൗണ്ടേഴ്സ് അല്ലെങ്കിൽ മാനേജ്മെന്റിലുള്ളത് ഭൂരിഭാഗം പുരുഷന്മാരാണ്. പറ്റിയിട്ടില്ല കൂടുതൽ ആളുകൾക്ക്. എല്ലാം പുരുഷന്മാർ തന്നെയാണ്. 90% പുരുഷന്മാർ തന്നെയാണ്.
സ്ത്രീകളുണ്ടെങ്കിൽ തന്നെ 1-2. പിന്നെ പലരും ഇപ്പൊ ഫാമിലി ബിസിനസ്സസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവരുടെ ഭാര്യമാരോ മക്കളോ ഒക്കെ ആയിട്ട് ആ ഇൻഡസ്ട്രിയിലുണ്ട്. പക്ഷെ ഇതൊരു എന്നെ സംബന്ധിച്ചിടത്തോളം വർക്ക് പ്ലേസ് അല്ലെങ്കിൽ കൺസൾട്ടിങ് ചെയ്യുന്ന സ്ഥാപനം എന്നതിലുപരി പലപ്പോഴും മോശമായ അനുഭവങ്ങൾ യാത്രകളിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അല്ലാതെ ഒരു വർക്ക് പ്ലേസ് എന്നതിൽ മാത്രമായിട്ട്. കാരണം ഞാൻ ഒരു സ്ഥാപനത്തിൽ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുക അങ്ങനെയല്ലല്ലോ ചെയ്യുന്നത്. നമ്മൾ പോകുന്നു വരുന്നു. പിന്നെ നമ്മൾ കാണുന്ന ചില ബിസിനസ്സുകാർ അവരുടെ അപ്രോച്ച് നമുക്ക് ഫസ്റ്റ് മീറ്റിംഗിൽ തന്നെ അവർ പല ആൾക്കാരും അങ്ങനെയൊക്കെ സംസാരിച്ചിട്ടൊക്കെ ഉണ്ട്. സെക്ഷൽ ഹാരാസ്മെന്റ് എന്ന് പറയുന്നത് ഒരിക്കലും ഇപ്പൊ സെക്ഷൽ ഫേവർ ചോദിക്കണം എന്ന് നിർബന്ധമില്ല. അങ്ങനെ സെക്ഷൽ ഇന്റൻഷനോട് കൂടിയുള്ള കമന്റ്സ് അല്ലെങ്കിൽ നോട്ടം, ഭാവം, അവരുടെ ലാംഗ്വേജിലുള്ള വ്യത്യാസങ്ങൾ, അതൊക്കെ തന്നെ സെക്ഷൽ ഹരാസ്മെന്റ് ആണ്. അല്ലെങ്കിൽ നമുക്ക് ഇത് സെക്ഷൽ അപ്പോൾ സെക്ഷൽ ഹരാസ്മെന്റിലേക്ക് പോകാൻ സാധ്യതയുണ്ടെന്ന് നമുക്ക് തോന്നിയാൽ അപ്പൊ തന്നെ നമ്മൾ അവിടെ അവരെ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്. തീർച്ചയായും വന്നിട്ടുണ്ട്. അല്ലാതെ നമുക്ക് സുരക്ഷിതമാണെന്ന് തോന്നുന്ന സ്ഥലങ്ങളിൽ മാത്രമേ നമ്മൾ അത് കൺസൾട്ടിങ് കോൺട്രാക്ട് എടുത്ത് അവിടെ കണ്ടിന്യൂ ചെയ്യാറുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് ചിലപ്പോ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഏതൊരു സ്ത്രീക്കും കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ അല്ലെങ്കിൽ സംസാരിക്കുമ്പോൾ അവരുടെ അപ്രോച്ച് ശരിയല്ല, എന്താണ് ഇന്റൻഷൻ, അവർ പ്രൊഫഷണലി അവരുടെ ബിസിനസിന് ഇമ്പ്രൂവ്മെന്റിന് വേണ്ടിയിട്ട് തന്നെയാണോ നമ്മളെ കൂടെ നിർത്തിയേക്കുന്നത്, അതോ അല്ലാത്ത രീതിയിലാണോ അവർ ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായും അത് അവോയ്ഡ്. എപ്പോഴെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാകാത്തത് കൊണ്ട് വലിയ ഓഫറുകളൊന്നും നഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരു വലിയ കമ്പനിയുടെ കൺസൾട്ടൻസി? അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. പക്ഷെ അങ്ങനെ ആളുകൾ ശ്രമിക്കാറുണ്ട്. അതായത് അപ്രോച്ച് ചെയ്യും. എന്നിട്ട് പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആ പ്രൊഫഷണൽ ഇന്റഗ്രിറ്റി നിലനിർത്തി ഇങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ വർക്ക് വേണ്ട എന്ന് വിചാരിച്ച് നമ്മൾ വരുവാണെങ്കിൽ അതിലൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. സ്വാഭാവികമായും നമ്മൾ അതിനെ ഒഴിവാക്കി ബിക്കോസ് നമ്മുടെ സുരക്ഷയാണ് അവിടെ വലുത്. അല്ലാതെ നമ്മൾ വീണ്ടും അത് കുഴപ്പമില്ലെന്ന് വിചാരിച്ച് പോയി പിന്നീട് അതിനെ വലിയൊരു ഇൻസിഡന്റ് ആയി നമ്മൾ എന്തിനങ്ങനെ ക്രിയേറ്റ് ചെയ്യണം? ഒരാൾ ശരിയല്ലെന്ന് തോന്നിക്കഴിഞ്ഞാൽ, അവരുടെ ഇന്റൻഷൻസ് ശരിയല്ലെന്ന് തോന്നിയാൽ നമ്മൾ അത് അവോയ്ഡ് ചെയ്യാം. തിരിച്ചു വരാം. പത്മപ്രിയ, അഭിഭാഷകരാണ് ഇന്ന് സമൂഹത്തിൽ വലിയ ആളുകൾ ആശ്രയിക്കുന്ന ഒരാളാണ് നിങ്ങൾ. എല്ലാ മനുഷ്യരും നീതിക്ക് വേണ്ടി നീതിപീഠത്തിലേക്ക് എത്താൻ പ്രധാനമായിട്ടും ആശ്രയിക്കുന്ന ഒരു വിഭാഗമാണ് അഭിഭാഷകർ. എങ്ങനെയാണ് താങ്കളുടെ എക്സ്പീരിയൻസിൽ സത്യസന്ധമായി പറഞ്ഞാൽ? എന്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഈ മാഡം പറഞ്ഞതുപോലെ കേരളത്തിലുടനീളം യാത്ര ചെയ്തത് പ്രൊഫഷനുമായി ബന്ധപ്പെട്ടിട്ടല്ലാതെ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു. പൊതുപ്രവർത്തനത്തിന്റെ ഭാഗമായി യാത്ര ചെയ്തിട്ടുണ്ട്. അത് കൂടുതലും ഞാൻ കണ്ണൂർ ജില്ലയിൽ തന്നെ, ഈ നാട്ടിൽ തന്നെ ജനിച്ച് ഇവിടെ തന്നെ പൊതുപ്രവർത്തനവും ഇവിടെ തന്നെ അഭിഭാഷക വൃത്തിയും നടത്തിയിരുന്ന ഒരാളായിരുന്നത് കൊണ്ട് എനിക്ക് എൻ്റെ സീനിയർ അഭിഭാഷകരിൽ നിന്നോ കോടതിയുടെ മറ്റ് സംവിധാനങ്ങളിൽ നിന്നോ ഇത്തരത്തിലുള്ള യാതൊരു ഇല്ല, ഒരിക്കലും. സീനിയേഴ്സ് സ്വകാര്യമായിട്ട് കേട്ടിട്ടുണ്ട്, ഇഷ്ടമുള്ള ആളുകൾക്ക് നല്ല കേസുകൾ കൊടുക്കും, ഇഷ്ടമില്ലാത്തവർക്ക് തല്ലിപ്പൊളി കേസ് കൊടുക്കും എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു ഓഫീസ് സംവിധാനത്തിൽ എനിക്ക് ഇതുവരെ ജോലി ചെയ്യേണ്ടി വന്നു. അങ്ങനെ കേട്ടിട്ടുണ്ടോ? എന്തെങ്കിലും ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ട്. അതാവുമ്പോ ശരിയാണ്. അപ്പൊ അഭിഭാഷകരുടെ ലോകത്ത് ആയിരിക്കാന്നല്ല, ഒരു ഹൈക്കോടതി റിട്ടയർഡ് ജഡ്ജി ഒരു കമ്മീഷൻ അംഗമായിട്ട് വന്നിട്ട് വരുന്ന വനിതാ വക്കീലുമാരുടെ കയ്യിൽ തലോടലും അത് സംബന്ധിച്ച് ഓഫ് ദ റെക്കോർഡിൽ പരമാവധി എത്തിച്ച് ഓർമ്മയുണ്ടല്ലോ. അപ്പൊ ഈ നീതിന്യായ രംഗത്ത് അത് ഇല്ല എന്ന് പറയാം. ഇല്ല, നീതിന്യായ രംഗത്ത് അത് ഇല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ എനിക്ക് വ്യക്തിപരമായ അനുഭവം ഇല്ല എന്നുള്ള കാര്യം മാത്രമേ ഞാൻ ഏതൊക്കെ സംഭവങ്ങളാണ് ഓർമ്മയിൽ വരുന്നത്? അതെ, ആ ഒരു എക്സാമ്പിൾ എന്റെ മുമ്പിലുണ്ട്. അതുപോലെ തന്നെ സുപ്രീം കോടതിയിലെ ഒരു ജസ്റ്റിസിനെതിരെ ഒരു പരാതി ഉണ്ടായിരുന്നു. അത് അവരുടെ ഒരു ജീവനക്കാരി തന്നെ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് നിയമ സംവിധാനങ്ങൾ എപ്പോഴും ഇരയാക്കപ്പെടുന്ന വ്യക്തിയുടെ കൂടെ ഉണ്ട്. അത് നമ്മൾ വ്യക്തമായി ഉപയോഗിക്കാത്തത് കൊണ്ടാണ്. നമ്മൾ പലരെയും പേടിക്കുന്നു, നമ്മളെ കുടുംബത്തിനെ പേടിക്കുന്നു, സമൂഹത്തിനെ പേടിക്കുന്നു, ഈ നമ്മുടെ സാഹചര്യങ്ങളെ പേടിക്കുന്നു. അങ്ങനെ എല്ലാത്തിനെയും പേടിച്ച് നമ്മൾ പിന്മാറുന്നത് കൊണ്ടാണ് സ്ത്രീകൾ എപ്പോഴും ഇത് അനുഭവിച്ച് സഹിച്ചു നിൽക്കേണ്ട ഒരവസ്ഥയിലേക്ക് വരുന്നത്. അപ്പോൾ ഇപ്പോഴീ പറയുന്ന കമ്മീഷനുകൾ പോലെയുള്ള ഇത് എല്ലാവരും അനുഭവിക്കുന്നു, സഹിക്കുന്നു എന്ന് പറയുന്നത് ചില അപ്രോച്ചുകൾ സ്ത്രീകളിൽ ചില ഇഷ്ടങ്ങൾ ഉണ്ടാക്കുകയും ആദ്യം ഇതിനോട് നല്ല രീതിയിൽ പ്രതികരിക്കുകയും ബന്ധങ്ങളായി ആരെങ്കിലും കണ്ടുപിടിച്ചു കഴിയുമ്പോൾ അത് പ്രതികാര ബുദ്ധിയോടെ തിരിച്ചു വരികയും ചെയ്യുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇഷ്ടം പോലെ. തീർച്ചയായും വളരെ ശരിയായ ഒരു പ്രസ്താവനയാണത്. പരസ്പരം ഒരു ബന്ധം ഉണ്ടാവുകയും ആ ബന്ധത്തിനെ എതിർക്കുന്ന മറ്റൊരാൾ വരികയോ അല്ലെങ്കിൽ ആ ബന്ധം മറ്റുള്ളവർ കാണുകയോ അറിയുകയോ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വേറെ രീതിയിലേക്ക് അത് പ്രശ്നത്തിലേക്ക് പോകുമ്പോൾ എന്നെ പീഡിപ്പിച്ചു. രണ്ട് അഭിഭാഷകർ ഇപ്പൊ ജയിലിൽ കിടന്നു, അറിയാലോ.
ഒരു കക്ഷിയെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ആ കക്ഷിയായിട്ട് വർഷങ്ങളായിട്ട് കേസ് നടത്തുന്നതാണ്. അതെ. അറിയാം. നമുക്ക് നിതുവിനോട് ചോദിക്കാം, ഈ IT രംഗം എന്ന് പറഞ്ഞാൽ ആരും മോഹിക്കുന്ന ഒരു രംഗം. ഇപ്പൊ IT ഹബ്ബുകൾ ഉള്ള സ്ഥലത്തെല്ലാം ക്ലബ്ബുകൾ അനുവദിക്കണം, ഡാൻസ് ബാറുകൾ അനുവദിക്കണം, ബിയർ പാർലറുകൾ അനുവദിക്കണം എന്ന നിലക്ക് ആവശ്യങ്ങൾ ഉയരുകയും അത്തരം ഹബ്ബുകൾ എന്ന് പറഞ്ഞാൽ ഡിസ്കോ അടക്കമുള്ള സംവിധാനങ്ങൾ വരികയും ചെയ്യുന്നു. ഈ IT പ്രൊഫഷൻസിൻ്റെ ഇടയിലാണ് ഏറ്റവും കൂടുതൽ ഈ സെക്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഏറ്റവും ഫ്രീ ആയിട്ടുള്ള മൂവ്മെൻറ്റ് നടക്കുന്നു എന്ന നിലക്കുള്ള പ്രചരണവും നടക്കുന്നു. ഞാൻ പറയുന്നതല്ല, എനിക്കെതിരെ കേസ് കൊടുക്കരുത് ദയവേത്. അതുകൊണ്ട് ഒന്ന്, എന്താണ് നിതുൻ്റെ അഭിപ്രായം? പല സ്ഥലത്തും വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണല്ലോ. ഞാൻ ഇവൻ വിത്തിൻ കേരളം മാത്രമാണ് ഞാനും വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പം ഞാൻ ഈ പറഞ്ഞ പ്രസ്താവനകളോടുള്ള ഈ IT പ്രൊഫഷൻസിനെ കുറിച്ചുള്ള ഒരു ധാരണയില്ലേ സമൂഹത്തിന്? അങ്ങനെ ചിന്തയില്ലേ? ആ ഒരു മന്ത്രി തന്നെ പറഞ്ഞു IT ഹബ്ബിന്റെ അടുത്ത് ബിയർ പാർലർ കൊടുക്കണം, അവിടെ ഡാൻസ് ബാറുകൾ അനുവദിക്കണം. ഞാൻ അഗൈൻ ആ ടേം ജനറലൈസിങ് അത് ഞാൻ വീണ്ടും കൊണ്ടുവരികയാണ്. അപ്പം ജനറലൈസ് ചെയ്തിട്ട് പറയേണ്ട ഒരു സ്റ്റേറ്റ്മെന്റ് അല്ല അഗൈൻ അത്. എനിക്ക് പേഴ്സണലി ഈ ഒരു എക്സ്പീരിയൻസ് ഇല്ല. ഞാൻ ഇപ്പം ഞാൻ വർക്ക് ചെയ്ത സമയത്ത് ഞാൻ ഇൻഫോ പാർക്കിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ആ സമയത്തൊന്നും അവിടെ ഇങ്ങനത്തെ ഒരു സിസ്റ്റം ഈ പറഞ്ഞ പോലെ ടെക്കികൾ എന്നുള്ള ബ്രാൻഡ് ബാംഗ്ലൂരിൽ ടെക്കികളാണ് ബ്രിഗേഡ് റോഡ് കംപ്ലീറ്റ് രാത്രി കഴിക്കുന്ന ടെക്കികളുടെ കയ്യിലാണ്. അത് നേരിട്ട് നമ്മളൊക്കെ കണ്ടിട്ടുള്ളതാണ്. അതാണ് പറഞ്ഞത് ജനറലൈസിംഗ് ടീം വീണ്ടും വന്നു. അപ്പം ഇതൊരിക്കലും അങ്ങനെ ബർമുഡ ടീഷർട്ട് ഇട്ട് ടെക്കികൾക്കൊപ്പം ഡാൻസ് ചെയ്യാൻ പോയിട്ടില്ല എന്നാണ് പറയുന്നത്? ഇല്ല, പേഴ്സണലി ഞാൻ പോയിട്ടില്ല. എനിക്ക് അങ്ങനെ ഒരു അനുഭവത്തില് ചെന്ന് വരേണ്ടിയും വന്നിട്ടില്ല. അപ്പം ഈ സാർ പറഞ്ഞ പോലെ തന്നെ ഈ ഞാനും കേട്ടുകേൾവി മാത്രമുള്ളൊരു വ്യക്തിയാണ്. എനിക്ക് നേരിട്ട് ശരിയാണോ തെറ്റാണോ? സംഭവിക്കാതിരിക്കാം, സംഭവിച്ചിട്ടും ഉണ്ടാവാം. അത് ഞാൻ പറഞ്ഞ പോലെ ഈ ജനറലൈസിങ് ടേമിൽ പെട്ടു. അപ്പം ഞാൻ പേഴ്സണലി പോവാത്തതുകൊണ്ട് എനിക്കൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് അവിടെ എഴുതാനും പറ്റില്ല. അപ്പോൾ അതിൽ സംഭവിക്കുന്നുണ്ടാവാം. എല്ലാ ഇൻഡസ്ട്രിയിലും പോലെ തന്നെ IT ഇൻഡസ്ട്രിയിലും സംഭവിക്കുന്നുണ്ടാവാം. അതിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരായിരിക്കാം, അവർക്കത് ഇൻട്രസ്റ്റ് ഉണ്ടായതുകൊണ്ട് അവർ ഫ്രീഡം അല്ലെങ്കിൽ അവർക്കൊരു എക്സ്പോഷർ എന്ന രീതിയിൽ ചിലപ്പം അവരത് കണ്ടിട്ടായിരിക്കണം പോകുന്നത്. അതൊരു പേഴ്സണൽ ചോയ്സ് ആണ്. അത് ഇൻഡസ്ട്രി ഒരു IT ഇൻഡസ്ട്രി മൊത്തമായിട്ട് ലേബിൾ ചെയ്യുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. എല്ലാ ഇൻഡസ്ട്രിയിലും ഇപ്പം നമ്മൾ ഏത് ഇൻഡസ്ട്രിയിൽ ഏത് പ്രൊഫഷണൽ നോക്കിയാലും അവർ ഓരോരുത്തരും അവരുടെ ഫ്രീഡം അല്ലെങ്കിൽ സെൽഫ് ഇൻട്രസ്റ്റ് എടുത്തിട്ടായിരിക്കും ഇനീഷ്യലി നമ്മൾ പോകുന്നുണ്ടാവുക. പിന്നെ ഈ പറഞ്ഞതുപോലെ പിന്നെ അതൊരു പ്രശ്നമായി വരുമ്പോൾ അത് വേറൊരു ഇഷ്യൂ ആയി വരുമ്പോഴാണ് അപ്സൈഡ് ഡൗൺ ആയിട്ട് വേറെ കാര്യങ്ങളിലേക്ക് അത്. ദേവകി, ഈ എന്തുകൊണ്ടായിരിക്കും മലയാളികൾ ഏറ്റവും കൂടുതൽ പണ്ട് പാപ്പരാസികൾ നമ്മുടെ യൂറോപ്പിലെ രാജ്ഞിമാർക്ക് പുറകെ പോയ കഥകളെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ട്. എന്തുകൊണ്ടായിരിക്കും കേരളം ഇങ്ങനെ ഒരു ലൈംഗിക വിഷയങ്ങൾ ഇത്രയേറെ ചർച്ച ചെയ്യുകയും ഒരു ലൈംഗിക അരാജകത്വം കേരളത്തിലെ മനുഷ്യർക്കിടയിലുണ്ടോ? എന്താണ് അതേക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം? കേരളത്തിൻ്റെ ഒരു കൾച്ചർ അതിലൊരു പ്രധാന ഘടകമാണ്. കാരണം നമ്മൾക്ക് അറിയാം, പണ്ടേ തന്നെ കേരളത്തിന് പുറത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഫ്രീഡം ഉണ്ട് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഇടപഴകാനും. അല്ലെങ്കിൽ അതിപ്പോൾ സംസാരിക്കുന്ന കാര്യങ്ങളിലായാലും ശരി, ഒരുമിച്ച് വർക്ക് ചെയ്യുന്നു, പല കാര്യങ്ങളും. കേരളത്തിൽ ഇത് പണ്ടേ റെസ്ട്രിക്റ്റഡാണ്. ചെറിയ ക്ലാസ്സിൽ തന്നെ പെൺകുട്ടികളെ ആൺകുട്ടികളെ വേർതിരിച്ചിരുത്തുന്നു. അപ്പോൾ അങ്ങനെ ഒരു മിക്സഡ് കൾച്ചർ എന്ന് പറയുന്നത് ചെറുപ്പം തൊട്ടേ ഇല്ല. വീട്ടിലും വളർത്തുന്നത് അങ്ങനെയാണ്, ആൺകുട്ടി പെൺകുട്ടി. അപ്പോൾ അത് വലുതാവുമ്പോഴും കുട്ടികളുടെ മനസ്സിൽ പ്രായമായാലും ഇത് ഉണ്ട്. അപ്പോൾ സ്ത്രീകളെ വേറെ തന്നെയാണ് അവർ കാണുന്നത്. ആ ഈക്വാളിറ്റി അവിടെ തന്നെ നഷ്ടപ്പെടുന്നു. വലുതായ ശേഷം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ കുറച്ചും കൂടെ കേരളത്തിൽ എനിക്ക് തോന്നുന്നു ബെറ്റർ ആയിട്ടുണ്ട് എന്ന് പറയാം, കുറച്ചുകൂടി ഡെവലപ്ഡ് ആണ്. ഇതിന് മുന്നേ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ മെട്രോ സിറ്റീസ്, ഇപ്പോൾ ബാംഗ്ലൂരോ ചെന്നൈയിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ച് വൈകുന്നേരം ആകുമ്പോൾ പുറത്ത് പോകുന്നു. അത് കോളേജ് ആയിക്കോട്ടെ, വർക്ക് പ്ലേസ് ആയിക്കോട്ടെ, എവിടെയായാലും ഒരുമിച്ച് പബ്ബിൽ പോകുന്നു. അല്ലെങ്കിൽ നമ്മൾ പല സ്ഥലങ്ങളിലേക്കും യാത്ര പോകുന്നു, ടൂർ പോകുന്നു. അവിടെ പലപ്പോഴും ഇങ്ങനെയുള്ള സംഭവങ്ങൾ കുറവാണ്. അല്ലെങ്കിൽ അവിടെ ഇതിനുള്ള ചിലപ്പോൾ ഫെസിലിറ്റീസ് കൂടുതൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, മേബി പുറം രാജ്യങ്ങളിലൊക്കെ. ഞാൻ അതേപ്പറ്റി കേട്ടിട്ടേ ഉള്ളൂ. പക്ഷേ കേരളത്തിൽ അങ്ങനത്തെ ഫെസിലിറ്റീസ് ഇല്ല. കേരളത്തിൽ എപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ത്രീയും പുരുഷനും ഒരുമിച്ച് നടക്കുകയാണ്, ഒരുമിച്ച് ഒരു ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കുകയാണ്. അത് ഭാര്യയും ഭർത്താവും അല്ലെങ്കിൽ ആങ്ങളെയും പെങ്ങളും അല്ലെങ്കിൽ ആൾക്കാർ ഒരുമാതിരി നോക്കും, അല്ലെങ്കിൽ ഇവരെന്താ ഒരുമിച്ച് നടക്കുന്നത്, എന്തിനങ്ങനെ വിചാരിക്കണം.
അപ്പൊ സ്വാഭാവികമായും ഇവിടെയുള്ള ആളുകളുടെ തോട്ട് പ്രോസസ്സാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വഴിയൊരുക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. അതിപ്പോ സിനിമ ലോകത്തായാലും അങ്ങനെ തന്നെയാണ്. അപ്പൊ എല്ലാവരും ഈ സ്ത്രീനെയും പുരുഷനെയും അങ്ങനെ വേറെ വേറെ കാണുന്നത് കൊണ്ടും സ്ത്രീകളായാൽ അല്ലെങ്കിൽ പെൺകുട്ടികളായാൽ പുരുഷന്മാരുടെ കൂടെ അങ്ങനെ നമ്മൾ യാത്ര ചെയ്യാൻ പാടില്ല, നടക്കാൻ പാടില്ല, സംസാരിക്കാൻ പാടില്ല, അത് പാടില്ല, ഇത് പാടില്ല. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് റെസ്ട്രിക്ഷൻസ് ഏതൊരു കാര്യത്തിലും എത്രത്തോളം കൂടുന്നോ അത്രയും നമ്മൾ അതിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ വേണ്ടി അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പത്മപ്രിയ, ഈ കേസുകളുടെ സ്ത്രീകളുടെ പരാതികൾ വരുമ്പോൾ ഇപ്പം 498 ഉൾപ്പെടെയുള്ള കേസുകളിൽ സപ്പോർട്ടിംഗ് കേസുകളായിട്ട് ഈ പുരുഷന്മാരെ വില്ലന്മാരാക്കിക്കൊണ്ട് സ്വന്തം മകളെ അച്ഛൻ പീഡിപ്പിച്ചു, മകനെ അച്ഛൻ ലൈംഗികമായി ഉപദ്രവിച്ചു എന്നൊക്കെ പറഞ്ഞ്, അപ്പോൾ സ്ത്രീകൾ ശരിക്കും ഇത് ദുരുപയോഗം ചെയ്യല്ലേ പല സംഭവങ്ങളിലും? സത്യസന്ധമായിട്ട് അഭിപ്രായം പറയണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുരുഷന്മാർ ഭയക്കുന്ന ഒരവസ്ഥയാണ്. ഒരു കുട്ടിയുടെ അധ്യാപനം തല്ലാൻ പറ്റുന്നില്ല, ഒരു കുട്ടിയെ അവളെ ഒന്ന് തലോടിയകത്ത് പോകുന്ന അവസ്ഥ, അച്ഛന് മക്കളെ എടുക്കാൻ പറ്റൂല. അങ്ങനെ പുരുഷന്മാരല്ല ഇപ്പം സ്ത്രീകളെ കണ്ട ഓടി ഒളിക്കേണ്ട അവസ്ഥയിലാണ് കാര്യങ്ങളുള്ളത്. നോക്കിയാൽ പോലും ഇപ്പം പത്മപ്രിയയെ ഞാൻ നോക്കുന്നു, പത്മപ്രിയക്ക് തോന്നുകയാണ് എൻ്റെ നോട്ടത്തിൽ ശരികേടുണ്ടെന്ന് തോന്നിയാൽ തീർന്നു, നോൺ വൈലബിൾ ഒഫൻസാണ്. എന്താണ് ഇങ്ങനെ ഒരു അവസ്ഥ? അതിന് ഒരു പരിധിവരെ കാരണം പുരുഷന്മാർ തന്നെയാണ്. അത് മറക്കാൻ പാടില്ല. കാരണം ഒരു കാലഘട്ടം വരെ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയും ചോദ്യം ചെയ്യപ്പെടാതിരിക്കുകയും ചെയ്ത ഒരു കാലഘട്ടത്തിൽ നിന്നും ചോദ്യം ചെയ്യപ്പെടുന്ന കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ ചില മേഖലകൾ, ചില ഏരിയകളിൽ സ്ത്രീകൾ അവർക്കുള്ള നിയമത്തിൻ്റെ പ്രൊട്ടക്ഷൻ കുറച്ച് ദുരുപയോഗം ചെയ്യുന്നുണ്ട്. അതിൽ യാതൊരു സംശയമില്ല. അതിപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ വീടുകളിലെ പീഡനത്തിനെ കുറിച്ച് പറയുമ്പോൾ ഭർത്താവ് പീഡിപ്പിച്ചു എന്ന് പറയുന്ന കേസുകളിൽ പലപ്പോഴും മറ്റ് പല കാര്യങ്ങളും നേടാൻ വേണ്ടി, ഒന്നുകിൽ വിവാഹമോചനത്തിന് മുന്നോടിയായിട്ടുള്ള മെയിൻ്റനൻസിൻ്റെ തുക കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ മക്കൾക്ക് ചെലവിന് കൊടുക്കാതെ പോകുന്ന അച്ഛൻ്റെ കയ്യിൽ നിന്നും പണം പിടിച്ചു വാങ്ങാൻ വേണ്ടിയുള്ള ചില എളുപ്പമാർഗമായിട്ട് ഈ ഒരു വകുപ്പിനെ, ഈ ഒരു നിയമത്തെ ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ രണ്ടാമത്തെ വേർഷൻ നിങ്ങൾ പറഞ്ഞത് മക്കളെ പോലും തൊടാൻ പറ്റാത്ത രീതിയിലേക്ക് അച്ഛന്മാർക്ക് പേടിയാവുന്നു. ഈ പേടിയുള്ള അച്ഛന്മാരെന്ന് പറയുന്നവർ ഒരിക്കലും ആ മക്കളെ ആ രീതിയിൽ, പെൺമക്കളെ ആ രീതിയിൽ കാണുകയില്ല, ആ രീതിയിൽ പെരുമാറുകയില്ല. പക്ഷെ എൻ്റെ പ്രൊഫഷണൽ ലൈഫിൽ തന്നെ ഞാൻ മകളെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ അച്ഛന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവര് മാന്യന്മാരാണ് എന്ന് എല്ലാ പുരുഷന്മാരും പേടിക്കുന്നു എന്നുള്ള പ്രസ്താവന ശരിയല്ല. അങ്ങനത്തെ അച്ഛന്മാരും ഈ ഭൂമിയിൽ ഉണ്ട്. പാവങ്ങൾ കുടുങ്ങി പോകുന്നവരുണ്ട്. നിങ്ങൾ HR മാനേജറാണല്ലോ. ഒരു HR മാനേജർ ഒരു സ്ഥാപനത്തിന്റെ എല്ലാവരുടെയും വെൽഫെയർ ആണല്ലോ ലക്ഷ്യമിടുന്നത്. നിങ്ങളുടെ മുന്നിൽ വരുന്ന നിങ്ങളുടെ ജീവനക്കാരിൽ നിന്നുയരുന്ന അവരുടെ ഈ ഇത്തരം സംഭവങ്ങളുമായി ബന്ധപ്പെട്ട അവരുടെ ആശങ്കകൾ എന്തൊക്കെയാണ്? നിങ്ങളോട് തുറന്നു പറയാൻ അവർക്ക് പറ്റൂ? എന്താണ് അവസ്ഥ? അല്ലെങ്കിൽ ഒരു HR-ന്റെ റോൾ എന്താണ്? ഓക്കെ, എനിക്ക് ഇങ്ങനൊരു, ഞാൻ ഇതുവരെ വർക്ക് ചെയ്ത സ്ഥാപനത്തിൽ നിന്ന് ഇങ്ങനെ ഒരു, എത്ര പേരുണ്ട് നിങ്ങളുടെ സ്ഥാപനത്തിൽ? കറന്റ്ലി നമ്മൾ 150 എംപ്ലോയീസ്. 150 പേരുണ്ട്. എത്ര വനിതകളുണ്ട് അതിനകത്ത്? അതൊരു 25% പ്ലസ് 30% സ്ത്രീകളുണ്ട്. അതിലും നമുക്ക് അത്യാവശ്യം ഈവൻ മാനേജർ റോളാണെങ്കിലും ടീം ലീഡ്സ് റോളായാലും എല്ലാ പൊസിഷനിലും നമുക്ക് വനിതകളും ഉണ്ട്. അപ്പം ഇതുവരെ ഞാൻ വർക്ക് ചെയ്ത സ്ഥാപനങ്ങളിൽ നിന്നും എനിക്ക് ഇങ്ങനൊരു കംപ്ലൈൻറ്റ് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. ലക്ലി ഇതുവരെ ഞാൻ വർക്ക് ചെയ്ത സ്ഥാപനങ്ങളിലെല്ലാം നല്ലൊരു കോവർക്കേഴ്സും നല്ലൊരു അറ്റ്മോസ്ഫിയറും എനിക്ക് കിട്ടിയിട്ടുണ്ട്. സോ സാർ ഇപ്പോൾ ചോദിച്ചത് ആ ക്വസ്റ്റ്യന് പേഴ്സണലി എനിക്കൊരു അനുഭവം ഉണ്ടോയെന്നോ അല്ലെങ്കിൽ പേഴ്സണലി ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായില്ല. മാനേജർ പദവിയിൽ ഇരിക്കുന്നതിന് മുമ്പ് താങ്കളും ഒരു ജീവനക്കാരിയായിരുന്നല്ലോ. താങ്കൾക്ക് ആ ജോലി ചെയ്ത കമ്പനികളിൽ ഇത്തരത്തിലുള്ള എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? HR-ന്റെ അടുക്ക അത്തരത്തിലുള്ള ആരെങ്കിലും എന്തെങ്കിലും സങ്കടങ്ങൾ പങ്കുവെക്കുന്നത് ശ്രദ്ധപ്പെട്ടിട്ടുണ്ടോ? അതുമില്ല. ഇപ്പൊ ഏറ്റവും ഭയങ്കര ട്രാക്ക് റെക്കോർഡാണല്ലോ. എവിടെയും ഒരു പ്രശ്നവുമില്ല. പ്രശ്നങ്ങൾ പറഞ്ഞാൽ ഈ റിലേറ്റ് ചെയ്ത് പറയേണ്ട കാര്യങ്ങൾ മാത്രമേ എല്ലാത്തിനും തുറന്ന് പറയാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് HR-ന്റെ. HR-ന്റെ അടുത്ത് ഒരു എംപ്ലോയിക്ക് എന്തെങ്കിലും ഒരു വെൽബീയിങ് അല്ലെങ്കിൽ ഡിസ്കംഫേർട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ദേ ആർ ഓപ്പൺ ടു കം, ഞങ്ങളടുത്ത് സംസാരിക്കാം. എന്തെങ്കിലും സൊല്യൂഷൻസ് ഞങ്ങൾ എന്തായാലും കൊടുക്കും. ആ ഏത് ജീവനക്കാരി ആയാലും അല്ലെങ്കിൽ അത് മെയിൽ ഓർ ഫീമെയിൽ, ജെൻഡർ ഈക്വാലിറ്റിയിൽ വെച്ച് പറയാം, ആർക്കായാലും വരാം. അവർക്ക് എന്തായാലും ഇഷ്യൂ, വർക്ക് പ്ലേസ് ഇഷ്യൂ ആണെങ്കിലാണ് നിങ്ങൾക്ക് സോൾവ് ചെയ്യേണ്ട പ്രൈമറി റെസ്പോൺസിബിലിറ്റി വരുന്നത്. അപ്പോൾ അവരുടെ എന്താണ് ഡിസ്കംഫേർട്ട് എന്ന് അന്വേഷിക്കുക, അതിനുള്ള സൊല്യൂഷൻ ഞങ്ങൾ കൊടുക്കുകയും ചെയ്യും. ദേവകി, താങ്കൾ പറഞ്ഞല്ലോ ഈ ബസ് വാഹന യാത്രയിൽ
അതൊക്കെ പണ്ടത്തെ ഒരു സംഭവമല്ലേ, ഈ തോണ്ടലും പിടിക്കലൊക്കെ ഇപ്പോഴും അതുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഇപ്പോഴും അതുണ്ട്. എങ്ങനെയാണ് അത് ഫീൽ ചെയ്യുന്നത്? നിങ്ങളൊരു അത് ഫീൽ ചെയ്യുന്നത് എന്തുകൊണ്ടാ വെച്ചാൽ ഇപ്പൊ പലപ്പോഴായിട്ട് ഞാൻ ഒരുപാട് ഒരു മാസത്തിൽ എല്ലാ ആഴ്ചകളിലും ദൂരയാത്രകൾ ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ ഇപ്പൊ പലപ്പോഴും ഇപ്പൊ തിരക്കുള്ള ട്രെയിന് നമ്മൾ കയറി കഴിഞ്ഞാല് സ്വാഭാവികമായി നമ്മൾ തിരക്കിൽ നിൽക്കുന്ന സമയത്ത് പുരുഷന്മാരാണ് അടുത്ത് നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവർ ഉപദ്രവിക്കും. അതെന്താ അങ്ങനെ പുരുഷന്മാരെ നിങ്ങൾ ജനറലൈസ് ചെയ്യുന്നത്? അത് ജനറലൈസ് ചെയ്യുന്നതല്ല, അങ്ങനെ അനുഭവപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് തവണ അനുഭവപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അതിന് നമുക്ക് പബ്ലിക്കാണ്, നമുക്ക് അവരെ ഒന്നും ചെയ്യാൻ കഴിയില്ല, പരാതിപ്പെടാനൊന്നും കഴിയില്ല. എന്താ പരാതിപ്പെട്ടാൽ ആരോട് പോയി പരാതി പോകുന്ന സ്ഥലത്തല്ല നിങ്ങളുടെ കയ്യിൽ മൊബൈലിൽ എല്ലാ നമ്പറും ഇല്ലേ? കേരളത്തിന്റെ DGP വരെ നിങ്ങൾക്ക് നേരിട്ട് വിളിക്കാം. കേരളത്തിലെ പോലീസ് സംവിധാനത്തിന്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ നിങ്ങൾ വിളിച്ചാൽ കേരളത്തിന്റെ DGP ഫോൺ അറ്റൻഡ് ചെയ്യും. നിങ്ങൾ മറ്റ് സ്റ്റേറ്റ് പോലെയല്ല, ഇവിടുത്തെ ഒരു SP നിങ്ങൾ വിളിച്ചാൽ SP ഫോൺ അറ്റൻഡ് ചെയ്തിരിക്കും. നിങ്ങൾ പോലീസിന് അടിച്ചാൽ തന്നെ നിങ്ങൾക്ക് സ്ത്രീകൾക്ക് പ്രത്യേക നമ്പറാണ്, കുഞ്ഞുങ്ങൾക്ക് പ്രത്യേക നമ്പറാണ്, മുതിർന്ന പൗരന്മാർക്ക് പ്രത്യേക നമ്പറാണ്, പുരുഷന്മാർക്ക് അങ്ങനെ പ്രത്യേക നമ്പറൊന്നും. പുരുഷനൊരാളെ പിടിപ്പിക്കുന്ന വിളിക്കാൻ ഒരു നമ്പറും ഇല്ല. ഞാൻ കഴിയുന്നത് നോക്കുന്നത് അങ്ങനെയുള്ള സിറ്റുവേഷനിലേക്ക് നമ്മൾ പോകാതിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ നമ്മളെ പ്രിവെന്റ് ചെയ്യുക. അപ്പൊ കഴിയുന്നതും നമുക്ക് ഒരു സിറ്റുവേഷൻ ശരിയല്ലെന്ന് തോന്നുകയാണെങ്കിൽ അങ്ങോട്ട് പോകാതിരിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്കുള്ള അത്രയും സ്ത്രീകൾക്കുള്ള അത്രയും പ്രിവിലേജ് ഈ ലോകത്ത് വേറെ എവിടെയെങ്കിലും ആർക്കെങ്കിലും ഉണ്ടോ? പ്രിവിലേജ് ഉണ്ട്. പക്ഷെ അതിനകത്ത് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം സംഭവിച്ച ശേഷം നമ്മൾ ഒരാളോട് പരാതിപ്പെടുന്നു അല്ലെ, അത് സംഭവിക്കാതിരിക്കാൻ എന്തുകൊണ്ട് ഈ കൾച്ചർ മാറുന്നില്ല? അല്ല, അത് സാഹചര്യമല്ലേ, നമ്മൾ എത്ര മുൻകരുതലെടുത്താലും സംഭവിക്കും. അപ്പൊ പിന്നെ നമ്മൾ അതിന് ശേഷം പരാതിപ്പെട്ടിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല. അപ്പൊ എനിക്ക് തോന്നുന്നത് ഈ പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയുന്നത്. എനിക്ക് വ്യക്തിപരമായി ഇതുപോലെ ബസ് യാത്രക്കിടയിൽ ഇത്തരം സംഭവങ്ങൾ 1-2 തവണ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് പ്രിവെന്റ് ചെയ്യാനുള്ള കഴിവും കാര്യപ്രാപ്തിയും എനിക്കുണ്ടായിരുന്നത് കൊണ്ട് ആ നിമിഷം തന്നെ അതിനെ പ്രിവെന്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് പല രീതി ഉണ്ടല്ലോ, അടിക്കാം, അതെ, നമ്മള് അല്ലെങ്കിൽ മാറി നിൽക്കാൻ പറയാം, അങ്ങനെ പല രീതിയിലും. അത്തരം എക്സ്പീരിയൻസുകൾ കുറവാണ്, തീരെ ഇല്ലാന്ന് പറയുന്നില്ല. ഇത് ഈ പറഞ്ഞ പോലെ തന്നെ ബസ്സിൽ ട്രാവൽ ചെയ്യുമ്പോൾ റഷിൽ പെട്ടാലുള്ള അവസ്ഥയാണ് നമുക്ക് തീരെ ടോളറബിൾ അല്ലാതെ ഇരിക്കുന്നത്. അപ്പം നമുക്ക് അങ്ങനെ ഒരു അവസ്ഥ വരുമ്പം ഫസ്റ്റ് ഇൻസ്റ്റന്റ് നമുക്ക് ഡിസ്കംഫേർട്ട് തോന്നിക്കഴിഞ്ഞാൽ നോക്കുക, ആളെ സ്റ്റെയർ ചെയ്ത് മാറ്റി നിർത്തുക. മാറുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ സ്ഥലത്തുനിന്ന് മാറുക. അത് ദേവകിയോട് തന്നെ ആയിക്കോട്ടെ. ഇപ്പം ബസ്സിൽ നടക്കുമ്പോൾ ഈ വിഷയമെല്ലാം പറഞ്ഞല്ലോ, നിങ്ങളുടെ കയ്യിൽ ഒരു സാധനമുണ്ട്, മൊബൈൽ. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇന്ന കാലഘട്ടത്തിൽ എന്തും ചെയ്യാം അതിലൂടെ. അത്തരം അറ്റാക്കുകളെ നേരിടാനുള്ള എന്ത് കെമിസ്ട്രിയാണ് നിങ്ങളുടെ കയ്യിലുള്ളത്? ഇപ്പം നിങ്ങളോട് ഒരാൾക്ക് ദേഷ്യം തോന്നിയാൽ നിങ്ങളുടെ ചിത്രം വെച്ച് എന്ത് സാധനം ഉണ്ടാക്കിവിടാം, നിങ്ങളുടെ ശബ്ദം അനുകരിക്കാം, നിങ്ങളുടെ വീടിനുള്ളിൽ നടക്കുന്ന ഒരു സാധനമായിട്ട് പോലും അതിനെ ക്രിയേറ്റ് ചെയ്ത് നിങ്ങളുടെ പുറം ലോകത്തേക്ക് എത്തിക്കാം. എങ്ങനെ നേരിടും അതിനെ? നേരിടാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസസിൽ തന്നെ നമുക്ക് ഡാറ്റ സെക്യൂരിറ്റി, പ്രൈവസി ഉള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ കഴിയുന്നതും അതിനെല്ലാം മറികടക്കാനുള്ള കെമിസ്ട്രി, അതിനുള്ള സംവിധാനം ഹാക്കേഴ്സിന് ഉണ്ടല്ലോ. ഉണ്ട്, തീർച്ചയായും ഉണ്ട്. അത് മാത്രമല്ല, നമ്മളിപ്പോ മീഡിയയില് നമ്മള് മുന്നേ നിൽക്കുന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രൈവസി കീപ്പ് ചെയ്യുന്നതിനും ഒക്കെ ലിമിറ്റേഷൻസ് ഉണ്ട്. ഇപ്പൊ മേ ബി നമുക്ക് നമ്മുടെ ഫേസ്ബുക്കിലുള്ള ഫോട്ടോനെ പ്രൈവസി വെക്കാം, അല്ലെങ്കിൽ വാട്സാപ്പിലെ ഫോട്ടോനെ പ്രൈവസി വെക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. അതിനപ്പുറമുള്ള കാര്യങ്ങളുണ്ട്. പക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ അതിനെപ്പറ്റി അവെയർ ആയിരിക്കുക എന്നുള്ളതാണ്. അതായത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കാൻ സാധ്യതകളുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അവെയർ ആയിരിക്കുക. കഴിയുന്നതും നമ്മൾ അൺവാണ്ടഡ് ആയിട്ടുള്ള രീതിയിലുള്ള പ്രൊജക്ഷൻസോ കാര്യങ്ങളോ അപ്ലോഡ് ചെയ്യാതിരിക്കുക. അത് നമ്മുടെ ഭാഗത്ത് നിന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം. ഇനി അങ്ങനെ സൈബർ ഇതിൽ സപ്പോസ് നമ്മൾ അറ്റാക്ക് ചെയ്യപ്പെടുകയാണെങ്കിൽ തന്നെ നമുക്ക് സൈബർ സെല്ലിൽ കംപ്ലൈന്റ് ചെയ്യാനും അതിനുള്ള സൈബർ സെല്ലിൽ കംപ്ലൈന്റ് ചെയ്യുന്ന സംഭവങ്ങൾ അതൊന്ന് പത്മപ്രിയോട് ചോദിക്കാം. സൈബർ കുറ്റകൃത്യങ്ങളിൽ പോലീസിന് വേണ്ടത്ര ഇടപെടാൻ എന്ന് സാധിക്കുന്നുണ്ടോ? കാരണം ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ചില കാര്യങ്ങൾ ചോദിച്ചാൽ വർഷങ്ങളെടുത്താൽ മറുപടി കിട്ടുന്നില്ല, അത് പോലീസ് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഒരാൾ ഇതിന് ഇരയായി കഴിഞ്ഞാൽ നീതി കിട്ടാനുള്ള സാഹചര്യം എത്രമാത്രമുണ്ട്? വളരെ വൈകുന്നുണ്ട്. അത് ആ സംവിധാനത്തിൻ്റെ ഒരു പ്രശ്നമാണ്. കാരണം ഇതൊന്നും നമ്മുടെ സർക്കാരിൻ്റെതോ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെതോ കേന്ദ്ര സർക്കാരിൻ്റെ ഒന്നും നിയന്ത്രണത്തിലല്ല പലതും ഈ ഒരു നമ്മുടെ ഈ IT ഉള്ള സാധനങ്ങൾ പോകുന്നത്. ഇപ്പം നമ്മുടെ മൊബൈൽ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ നിർമ്മാതാക്കളുടെ അടുത്ത് നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് ചോദിക്കേണ്ടി വരുന്നുണ്ട് പലപ്പോഴും. ഇപ്പോൾ ഫേസ്ബുക്ക് ആയാലും ഇൻസ്റ്റ ആയാലും മറ്റിപ്പോൾ വാട്സപ്പ് ആയാലും അതൊക്കെ അവർ ഡീറ്റെയിൽസ് തരണം.
അത് നമ്മൾ ആ ഒരു സമയം കാത്തു നിന്നേ മതിയാവും. അത് അതിൻ്റെ വളരെ എളുപ്പമല്ല, വളരെ എളുപ്പമല്ല. എങ്കിലും നമ്മൾ പരാതിപ്പെടുന്നതിൽ നിന്ന് പിന്തിരിയാൻ പാടില്ല. അങ്ങനെ ഒരു 10 പേരെങ്കിലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് വേണ്ടി പരാതിപ്പെട്ടാൽ അടുത്ത് ഒരു 10 പേര് ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ തയ്യാറായി നിൽക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ബോധം വരും, നമ്മൾ കേസിൽ പെടും. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കണം, ഇത്തരം കാര്യങ്ങളിലേക്ക് നമ്മൾ പോകരുത് എന്നുള്ള ബോധം അവർക്കും വരും. അതുപോലെ അനിയന്ത്രിതമായ രീതിയിൽ മൊബൈലിലെ ആപ്പുകൾ ഉപയോഗിക്കുന്ന പെൺകുട്ടികൾ, സ്ത്രീകൾ, അവരും അവെയറാവും. നമ്മൾ വേറെ രീതിയിൽ ഇത് ഉപയോഗിച്ചാൽ നമുക്ക് തന്നെ നാശത്തിലേക്ക് എത്തുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുക എന്നുള്ള ബോധ്യം സ്ത്രീകൾക്കും കുട്ടികൾക്കും ഉണ്ടായിക്കഴിയും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, പ്രശ്നമുണ്ടാകുമ്പോൾ സമൂഹം എന്ത് കരുതും എന്ന് കരുതി നമ്മൾ പ്രതികരിക്കാതിരിക്കരുത്. കൃത്യമായി കൃത്യസമയത്ത് ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ, ഇനി ഈ ഒരു ആധുനിക കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഈ AI-യുടെയും മനുഷ്യനെ ഏത് കോലത്തിൽ അവതരിപ്പിക്കാനും എങ്ങനെ ഒരാളെ ടാർഗറ്റ് ചെയ്താലും അവനെ തകർത്ത് കളയാനുള്ള സംവിധാനം, എന്ത് സാങ്കേതിക വിദ്യകളാണ് ഇത്തരം സംവിധാനങ്ങളെ നേരിടാൻ താങ്കൾ ഉൾപ്പെടെ വർക്ക് ചെയ്യുന്ന IT രംഗത്തുള്ളത്? കാരണം നിങ്ങളുടെ പ്രവർത്തികൾ ഡേ നൈറ്റാണ്, നിങ്ങൾക്കൊരു ടൈം ഷെഡ്യൂൾ ഇല്ല. അപ്പോൾ രാവിലെ 10 മുതൽ വൈകുന്നേരം 5 വരെ എന്ന നിലക്കല്ല ഈ ടെക്കികളുടെ ജോലി, അല്ലേ? ഡേ നൈറ്റാണ്. ചില രാത്രി ഉറക്കം ഒഴിച്ചിരുന്ന്, കാരണം അമേരിക്കയിലെ ഒരു കമ്പനിയുടെ വർക്ക് ചെയ്യുന്നെങ്കിൽ അവിടെ പകൽ സമയം, ഇവിടെ രാത്രി ഉറക്കം ഒഴിഞ്ഞ് മുറിയിലിരുന്ന് വർക്ക് ചെയ്യുന്നുണ്ടോ? അങ്ങനെയാണല്ലോ. അപ്പോൾ ഇത്തരം ഈ ആധുനിക കാലഘട്ടത്തിലെ അറ്റാക്കുകളെ നേരിടാൻ കമ്പനികൾ എന്ത് സാങ്കേതിക വിദ്യയാണ് വികസിപ്പിച്ചെടുത്തിട്ടുള്ളത്? എന്താണ് HR എന്ന കയ്യിൽ, നിങ്ങളുടെ കയ്യിലുള്ളത്? നമ്മൾ ഡേറ്റ സെക്യൂരിറ്റി എന്നൊരു കാര്യമാണ് പ്രൈമർലി എല്ലാവരും. ഡേറ്റ സെക്യൂരിറ്റി ഇപ്പം നമ്മൾ കമ്പനീൻ്റെ ഉള്ളിൽ നിന്ന് അല്ലെങ്കിൽ ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ നിന്ന് എന്തെങ്കിലും ഡേറ്റ പുറത്തേക്ക് പോകുന്നുണ്ടോ എന്നുള്ളതാണ് ആദ്യമായിട്ട് എൻഷുർ. ഹാക്കേഴ്സ് ഉണ്ടല്ലോ, വലിയ വലിയ പ്രൊഫഷണൽസ് തന്നെ ഹാക്കേഴ്സ്, ചെറിയ കുട്ടികൾ വരെ ലക്ഷങ്ങളാൽ ഹാക്കർമാരായിട്ടുള്ള ചെറിയ 14 വയസ്സുള്ള ഒരു മോൻ, കേരളത്തിൽ തന്നെ ഒരു കുട്ടി, ലോകത്തെ 7ാമത്തെ ഹാക്കറിൽ ഒരാൾ കണ്ണൂർ ജില്ലയിലുണ്ട്. ഒരു കുട്ടി, അവൻ 6 വയസ്സ് 14 വയസ്സാണ്. ഞങ്ങൾ ഈ അടുത്ത ദിവസം അവനെക്കുറിച്ച് അന്വേഷിച്ചു, അവൻ്റെ ഫോൺ നമ്പർ കിട്ടി, അവൻ്റെ അടുത്തേക്ക് യാത്ര ചെയ്യുമ്പോഴാണ് ഈ ലോകത്തിലെ 7ാമത്തെ ഹാക്കർ, നമ്പർ 7 കേരളത്തിലാണ്, കണ്ണൂർ ജില്ലയിലാണ്. അപ്പോൾ ഈ ഹാക്കർമാർ എന്തെല്ലാം കൊണ്ടുപോകുന്നു പറയാൻ പറ്റില്ല. അതിനല്ല, എങ്ങനെയാണ് അതിനെ കാണുന്നത്? സത്യം പറഞ്ഞാൽ എനിക്കതൊരു ആൻസർ ഇല്ല. അപ്പോൾ ആ ഭാഗം ചിന്തിച്ചിട്ടില്ല. ഇല്ല, ഇതിനെപ്പോൾ ചിന്തിക്കണ്ടേ? ചിന്തിക്കണം. കാലം മാറിയില്ലേ? കാലം മാറി, ചിന്തിക്കണം. എന്താണ് തിരിച്ചു വരാം ദേവകി, ഈ സ്ത്രീകളുടെ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നമ്മൾ ഇനിയിപ്പോൾ വരുന്ന കാലഘട്ടത്തിൽ എന്തെല്ലാം മുൻകരുതലുകൾ ഒരു ലേഡി എടുക്കണം എന്നാണ് നിങ്ങൾ കരുതുന്നത്? പേഴ്സണലി നിങ്ങൾ സൈബർ അറ്റാക്ക് ഉൾപ്പെടെയാണ്. നിങ്ങൾ കയ്യിൽ മുളക് പൊടി കൊണ്ട് കിടക്കുക, സൂചി കൊണ്ട് കുത്തുക, മറ്റേ എന്നാ കുരുമുളക് പൊടി വിതറുക, സ്പ്രേ അടിക്കുക, ഇതെല്ലാം കഴിഞ്ഞു. ആ കാലം കഴിഞ്ഞു. ഇപ്പം എല്ലാവരും അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നിന്ന് കേരളം മാറി. ഇനി വരുന്ന ഈ സൈബർ യുഗത്തിലുള്ള അറ്റാക്കുകൾ അങ്ങനെയല്ല. അതിനെ നേരിടാൻ നമുക്ക് എന്തെല്ലാം മുൻകരുതലെടുക്കാൻ പറ്റും? ഈ നിങ്ങളുടെ ഒരു അഭിപ്രായത്തിൽ അവർ സ്വീകരിക്കാൻ പറ്റും സാധാരണ മനുഷ്യർ എങ്ങനെയല്ല അതിനെ കൊണ്ട്? നമ്മൾ കഴിയുന്നതും ഈ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെല്ലാവരും ജീവിക്കുന്നത് തന്നെ ഈ പറയുന്ന ഒരു മൊബൈലിന്റെ ചുറ്റും, അല്ലെങ്കിൽ മൊബൈൽ ഇല്ലാത്ത സമയമില്ല. അപ്പൊ ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ ഏതെല്ലാം വഴികളിലൂടെ നമ്മളെ അറ്റാക്ക് ചെയ്യപ്പെടുന്നു അല്ലെങ്കിൽ നമ്മൾ എക്സ്പോസ് ചെയ്യപ്പെടുന്നു എന്നുള്ളതിനെ പറ്റിയിട്ട് നമ്മൾ അവെയർ ആവുക എന്നുള്ളതാണ്. അവെയർ ആവണമെങ്കിൽ തന്നെ അവെയർ ആവാൻ ചിലപ്പോൾ സാധിക്കണമെന്നില്ല. നമുക്ക് എല്ലാ ഏരിയസിനെ പറ്റിയിട്ടും അറിവ് എല്ലാവർക്കും ഉണ്ടാവില്ല. അപ്പം അത്തരം അറിവുകൾ, അതുപോലെയുള്ള എഡ്യൂക്കേഷൻ നമ്മൾ സാധാരണക്കാരായ ആളുകൾക്ക് കൊടുക്കണം. ഒരു പക്ഷേ ചിലപ്പോൾ IT-യിൽ പ്രൊഫഷണൽസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ചിലപ്പോൾ അതേപ്പറ്റി അറിവുകൾ ഉണ്ടാവുമായിരിക്കും, അവരത് പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ടാവാം. പക്ഷേ ഏറ്റവും കൂടുതൽ മൊബൈൽ യൂസ് ചെയ്യുന്നതും അല്ലെങ്കിൽ റീലുകൾ എടുക്കുന്നതും കൂടുതലായിട്ട് സോഷ്യൽ മീഡിയയിൽ അവരുടെ വീഡിയോസോ ഫോട്ടോസോ ഒക്കെ പ്രചരിപ്പിക്കുന്നതും സാധാരണക്കാരായ ജനങ്ങളാണ്, അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുന്ന കുട്ടികളാണ്. അപ്പോൾ അവർക്ക് അതിനെ പറ്റിയുള്ള അവയർനെസ് സെഷൻസ് കൊടുക്കേണ്ടത് ആവശ്യമാണ്. അവർക്കത് മനസ്സിലാക്കി കൊടുക്കണം. അതിൻ്റെ കോൺസിക്വൻസസ് എന്തെല്ലാം വരാം, ഇതിൽ എന്തൊക്കെ റിസ്കുകൾ ഉണ്ട് എന്നുള്ളത് പറഞ്ഞു കൊടുക്കാം. ആ റിസ്കിനെ പ്രിവെൻറ്റ് ചെയ്യാൻ ഇപ്പോൾ നിലവിൽ എന്തൊക്കെ മാർഗ്ഗങ്ങളുണ്ട് എന്നുള്ളതെ പറ്റിയുള്ള നല്ലൊരു എഡ്യൂക്കേഷൻ സെഷൻ അവർക്ക് കൊടുക്കുകയാണെങ്കിൽ അവർ അത് ഫോളോ ചെയ്ത് വരികയാണെങ്കിൽ ഒരു പരിധി വരെ, നമുക്കൊരിക്കലും പൂർണ്ണമായും എന്ന് പറയാൻ പറ്റില്ല, ഒരു പരിധി വരെയൊക്കെ നമുക്ക് സ്വയം സംരക്ഷിക്കാൻ കഴിയും എന്നാണ് നിങ്ങൾ കരുതുന്നത്. പത്മപ്രിയ, നമ്മളിപ്പോൾ ഈ മറ്റ് രാജ്യങ്ങളെ, യൂറോപ്യൻ രാജ്യങ്ങളെ അപേക്ഷിച്ചിട്ട് ഇപ്പം നമ്മളിപ്പോഴും ഒരു സ്ത്രീ ഒരു പുരുഷൻ
പുരുഷന് അല്പം മേധാവിത്വം കൂടുതൽ, സുരക്ഷിതത്വ ബോധമില്ലാതെ സ്ത്രീകളായി അങ്ങനെ ഒരു മാനസികമായി ഇതെന്താണ് ഇത്രയും വളർന്നിട്ടും ഇത്രയും ആധുനിക കാലഘട്ടത്തിലും ഒപ്പത്തിനൊപ്പമാണ് ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു പെണ്ണിനെ ഒരാണിന് അവളുടെ സമ്മതമില്ലാതെ തൊടാനോ അവളോട് മോശമായി സംസാരിക്കാനോ പറ്റാത്ത രീതിയിലുള്ളൊരു മാനസിക വളർച്ച എന്തുകൊണ്ട് ഉണ്ടാകുന്നില്ല? ഇപ്പോൾ യൂറോപ്യൻ രാജ്യത്തിൽ ഒരു പെണ്ണിനോട് ഒരാൾക്കും അങ്ങനെ പെരുമാറാൻ പറ്റില്ല. അവർ ആ തുല്യത കീപ്പ് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ട് നമ്മൾ ഇത്രയും വളർന്നിട്ടും നമ്മൾ പല കാര്യങ്ങളും യൂറോപ്യന്മാരുടെ അഡോപ്റ്റ് ചെയ്യുന്ന ആളുകളാണ്, എന്തുകൊണ്ട് നമ്മൾ ആ നിലവാരത്തിലേക്ക് എത്തുന്നില്ല? ഒന്ന്, നമ്മളെ കുടുംബത്തിൽ നമ്മൾ ജീവിതം തുടങ്ങുമ്പോൾ, ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ നേരത്തെ ദേവകി മാഡം പറഞ്ഞതുപോലെ അവിടെ ആണിനെയും പെണ്ണിനെയും വിവേചന ബുദ്ധിയാ തന്നെയാണ് വളർത്തുന്നത്. അങ്ങനെ ഇല്ലല്ലോ, ഇപ്പൊ അങ്ങനെ സാധിക്കുന്നുണ്ടോ? ഇപ്പോഴും ഒരു പരിധി വരെ ഉണ്ട്. പണ്ട് നല്ല ഭക്ഷണം ആൺകുട്ടികൾക്ക് കൊടുത്തിരുന്നു, വളരെ അവരെ കെയർ ചെയ്തിരുന്നു. ആ ഒരു അവസ്ഥ മാറിയിട്ടുണ്ട്. ഇപ്പൊ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഒരുപോലെ ഭക്ഷണം, ഒരുപോലെ വസ്ത്രം, ഒരുപോലെ ജീവിത സാഹചര്യങ്ങൾ എല്ലാം ഉണ്ടെങ്കിലും പെൺകുട്ടി വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോൾ അമ്മമാര് ഉപദേശിക്കുന്നത്, നീ പെൺകുട്ടിയാണ്, നീ ശ്രദ്ധിക്കണം. നമുക്ക് ഓർമ്മയുണ്ട് നിർഭയ കേസ് വന്നപ്പോ നമ്മളെ സമൂഹത്തിൽ പലരും പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താന്ന് വെച്ചാല് 12 മണിക്ക് ആ പെൺകുട്ടി എന്തിന് യാത്ര ചെയ്തു എന്നുള്ളതാണ്. ഇന്ന് അങ്ങനെ ഒരു ചോദ്യം ഉയരുമോ? ആ കാലം മാറിയില്ലേ? ഒരുപാടൊന്നും മാറിയിട്ടില്ല. ഒരു പരിധി വരെ പഴയ പോലെ തന്നെയാണ്. പരിധി വരെ മാറിയിട്ടില്ല. ഇല്ല. അത് നമ്മുടെ ഇനിയുള്ള പ്രോഗ്രഷനിൽ ആ ഒരു മാറ്റം വരുന്നേ ഉള്ളൂ. ഇപ്പോഴും നമ്മൾ ആ ബാക്കിൽ നമ്മൾ കൊച്ചുപോലുള്ള സിറ്റികളിലൊക്കെ രാത്രി കാലം കംപ്ലീറ്റ് യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആളുകൾ റോഡിൽ ഇറങ്ങുന്ന ഒരു അവസ്ഥയുണ്ട്. രാത്രി നടത്തുക കണ്ണൂരിൽ ഇവിടെ ജില്ലാ പഞ്ചായത്ത് ദിവ്യയുടെ നേതൃത്വത്തിൽ രാത്രി നടത്തുന്നുണ്ട്, തലശ്ശേരിയിൽ രാത്രി നടത്തുന്നുണ്ടായിരുന്നു. അപ്പൊ എന്നാലും നമ്മുടെ ബാക്ക് ഓഫ് മൈ മൈൻഡ് നമ്മുടെ എല്ലാം കൾച്ചറിനെ നമ്മൾ അങ്ങനെയാണ് വളർത്തി കൊണ്ടുവന്നിട്ടുള്ളത്. ആ ഒരു നർച്ചറിങ്ങിൽ വരേണ്ട ചേഞ്ചസ് ആണ് ഇനി നമുക്ക് ഫോക്കസ് ചെയ്യാനും പറ്റുള്ളൂ. നമ്മൾ ചെറുപ്പത്തിൽ ഇങ്ങനെ വളർത്തി വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരിക്കണം പെൺകുട്ടികൾ എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും ഞങ്ങളെല്ലാം ചെറുപ്പത്തിൽ തന്നിട്ടുണ്ടാവുക. അപ്പോൾ അതിൻ്റെ അകത്തുനിന്നൊക്കെ മാറി നമ്മളെല്ലാം വർക്ക് ചെയ്യാൻ തുടങ്ങി. അത് കഴിഞ്ഞ് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ തുടങ്ങി. ഇപ്പം സർ പറഞ്ഞ പോലെ നൈറ്റ് വാക്ക് ആണെങ്കിലും അല്ലെങ്കിൽ അത്യാവശ്യം പുറത്ത് പോയിട്ട് എടുക്കേണ്ട തീരുമാനങ്ങളൊക്കെ നമ്മൾ എടുക്കാൻ തുടങ്ങി. അതൊക്കെ നർച്ചറിങ്ങിൽ വരേണ്ട ഡിഫറൻസ് ആണ്. ഇപ്പം അത് അഡ്വക്കേറ്റ് പറഞ്ഞതുപോലെ തന്നെ എല്ലാം ഒന്നും മാറിയിട്ടില്ല. ഈക്വാലിറ്റി ഉണ്ട്, ഈക്വാലിറ്റി ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ എങ്കിൽ സ്റ്റിൽ നമ്മുടെ കൾച്ചറിന് അത് ടോട്ടലി വിട്ടുപോയിട്ടില്ല. ആൺ പെൺ എന്നുള്ള വ്യത്യാസം സ്റ്റിൽ ഇവിടെ നിൽക്കുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. മനസ്സിലാക്കുന്നത്. യെസ്, നമ്മുടെ സമയം തീരുകയാണ്. കുറേ ചോദ്യങ്ങൾ ഇനിയും ബാക്കിയാണ്, പക്ഷേ സമയം പരിമിതമാണ്. വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായി. പ്രേക്ഷകരെ, നിങ്ങൾക്കൊരു കാര്യം ഈ ചർച്ച കേൾക്കുമ്പോൾ ബോധ്യപ്പെടുന്നുണ്ട്. വ്യത്യസ്ത മേഖലകളിലെ 3 പ്രൊഫഷണൽ രംഗത്തുള്ളവരാണ് നമ്മുടെ കൂടെ ഇരുന്നത്. അവരിപ്പോഴും ആ ആശങ്ക പങ്കുവെക്കുകയാണ്. ഒരു തുല്യത എന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല, പ്രത്യേകിച്ച് മലയാളികൾ. അതൊരു സങ്കടകരമായ വാക്കാണ്. നമ്മുടെ ഒപ്പമുള്ള ഒരു സ്ത്രീ ആയാലും പുരുഷനായാലും അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനിച്ചുകൊണ്ടൊരു തുല്യമായ മനോഭാവത്തോടെ പരസ്പര ബഹുമാനത്തോടെ സമീപിക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് മനുഷ്യൻ എത്തേണ്ട കാലം അതിക്രമിച്ചു കഴിഞ്ഞു. കാരണം അത്രയേറെ നമ്മൾ വളർന്നു കഴിഞ്ഞു. ലോകം, നമ്മൾ ചന്ദ്രനിൽ താമസിക്കാൻ പോവുകയാണ്, ബഹിരാകാശത്ത് ആളുകൾ താമസിക്കുന്നു. ഇത്രയൊക്കെ നമ്മൾ വളർന്നിട്ടും ശാസ്ത്രലോകം അതിവേഗം വളർന്നുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യൻ്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് വരെ ശാസ്ത്രം ആലോചിച്ചുകൊണ്ട് മുന്നേറുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇന്നും സ്ത്രീ പുരുഷ അസമത്വം നിലനിൽക്കുന്നത്. മാന്യമായി പെരുമാറാൻ, വ്യക്തികളെ പരസ്പരം അംഗീകരിക്കാൻ പഠിക്കേണ്ടത് അനിവാര്യമാണ്. മാനസിക വൈകൃതങ്ങൾ മനുഷ്യരിൽ പരസ്പരം അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു നില മനുഷ്യരിൽ നിന്ന് മാറണം. മാത്രവുമല്ല, പുരുഷന്മാരെല്ലാം വില്ലന്മാരാണ് എന്നുള്ള നിലക്കുള്ള ഒരു ചിന്തയും വളർന്നു വരുന്നുണ്ട്. ഇപ്പം ഹേമ കമ്മീഷൻ റിപ്പോർട്ടൊക്കെ വരുമ്പോൾ അങ്ങനെയാണ്, എല്ലാ നടന്മാരും കുഴപ്പക്കാരാണ്. ഈ പരാതിയുമായി വരുന്ന സ്ത്രീകളുടെ ഒരു ചരിത്ര പശ്ചാത്തലത്തേക്കൊന്നും കൂടുതൽ ആളുകൾ പോകുന്നില്ല. അത് ഉള്ളി നവമാധ്യമങ്ങളിൽ ചിലതൊക്കെ വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. യഥാർത്ഥത്തിൽ കൃത്യമായ പഠനം ഇക്കാര്യത്തിൽ വേണം. മാനസികമായി സമൂഹം മാറിയേ പറ്റൂ. അതിനുള്ള ചെറിയൊരു ശ്രമം കൺവെൻഷൻ നേർരേഖ ഇവിടെ നടത്തുകയാണ്. നമുക്ക് ചിന്തിക്കാം. പരസ്പര ബഹുമാനത്തോടെ മനുഷ്യർ ജീവിക്കുന്ന, അതിലെ സ്ത്രീ പുരുഷ ഭേദം ഇല്ലാതെ പരസ്പര ബഹുമാനത്തോടെ ജീവിക്കുന്ന ഒരു സാമൂഹ്യ ക്രമം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആശിക്കാം, ശ്രമിക്കാം. നേർരേഖയിൽ പങ്കെടുത്ത 3 പേർക്കും നന്ദി, നമസ്കാരം.